അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കേരളത്തിലെ സമസ്തക്കാർക്കിടയിലെ ഏറ്റവും പുതിയ മതവാണിഭക്കാരനായ ഹാമിദ് ആറ്റക്കോയെക്കുറിച്ചും അവൻ്റെ മുമ്പിൽ വായും പൊളിച്ചിരിക്കുന്ന ബുദ്ധിയില്ലാത്ത വിഡ്ഢികളായ അനുയായികളെക്കുറിച്ചുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കി എന്നോണം ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ്. മതപരമായോ വിദ്യാഭ്യാസപരമായോ സാംസ്കാരികപരമായോ സാമൂഹികപരമായോ ഭൗതികമായോ യാതൊരു ക്വാളിറ്റി ഇല്ലെങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മീയ വാണിഭക്കാർ കേരളത്തിൽ മുളച്ചു പൊങ്ങുകയും തഴച്ചു വളരുകയും ചെയ്യുന്നത്? നമുക്കറിയാം, എല്ലാ മതവിഭാഗത്തിലും ഇത്തരം ആത്മീയ വാണിഭക്കാരുണ്ട്. അവരുടെ കാലിനടിയിൽ തലച്ചോർ പണയം വെക്കുന്ന അനുയായികളുമുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ആത്മീയ വാണിഭക്കാർ ഉണ്ടായിക്കൂടാ. കാരണം എല്ലാവിധ ചൂഷകന്മാരിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വിശ്വാസധാരയാണ് പരിശുദ്ധ ഇസ്ലാം. എന്നിട്ടും എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരം ആത്മീയ ചൂഷകർ ദിനേനയെന്നോണം തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്? അതിന് ഒരേയൊരു ഉത്തരമേ ഉള്ളൂ. ഇത്തരം മതവാണിഭക്കാരുടെ കാൽ കീഴിൽ തലച്ചോർ പണയം വെക്കുന്ന അനുയായികൾ, ആ അനുയായികൾ മുസ്ലിം നാമധാരികളാണെങ്കിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങളെക്കുറിച്ച് യാതൊരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്തവരാണ് അവർ എന്നുള്ളതാണ്. അവരെ അത് പഠിപ്പിക്കാൻ സമുദായത്തെ നയിക്കുന്നവർ എന്നവകാശപ്പെടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തിനോ അതിൻ്റെ പണ്ഡിതന്മാർക്കോ നാളിതുവരെയും സാധിച്ചിട്ടില്ല. ഇല്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിൽ നിന്നും സാധാരണക്കാരെ അകറ്റി തങ്ങൾ ഔലിയാക്കളെന്ന് വിളിപ്പേരിട്ട് വിളിക്കുന്ന ആളുകളുടെ ആലയത്തിലേക്ക് സമുദായത്തെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകാനാണ് ഈ സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനം ഇത്രയും കാലം ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമത്തിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ആറ്റക്കോയെ പോലെയുള്ള ആളുകൾ മുളച്ചു പൊന്താനും തഴച്ചു വളരാനുമുള്ള കാരണം. ഇത്തരം മതവാണിഭക്കാർക്ക് യാതൊരു ക്വാളിറ്റി ഇല്ലെങ്കിലും എന്തുകൊണ്ടാണ് സാധാരണക്കാർ, ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഇത്തരം ആളുകളുടെ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ട് കാരണമാണ്. ഒന്ന്, ആളുകൾ കൂടുന്നു. രണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നു. ഈ രണ്ട് വിഷയത്തിൻ്റെ മേലാണ് എല്ലാ ആത്മീയ ചൂഷകന്മാരുടെ ആലയങ്ങളിലേക്കും ജനങ്ങൾ ഒഴുകാൻ കാരണം. ഈ അത്ഭുത സംഭവങ്ങളുടെ പ്രചാരണവുമായി ഓരോ കാലത്തും ഓരോരുത്തന്മാര് ഈ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പൊ ആറ്റക്കോയാണെങ്കിൽ അതിനു മുമ്പ് ബായാർത്ഥങ്ങളായിരുന്നു. ഇയാളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പോരിശകളായിരുന്നു ഒരു കാലത്ത് ഈ അനുയായികളുടെ ജീവവായു. അത്തരം അത്ഭുത സംഭവങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്നത് ഈ സമുദായത്തിന് ദീൻ പകർന്നു കൊടുക്കേണ്ട പുരോഹിതന്മാരാണ്. ആദ്യം തന്നെ മറ്റൊരു മതവാണിഭക്കാരനായിരുന്ന, മുമ്പ് തരംഗമായി മാറിയിരുന്ന ബായാർത്ഥങ്ങളുടെ ഒരു സദസ്സിനെ കുറിച്ച് ഒരു പുരോഹിതൻ തട്ടിവിടുന്നത് കാണുക. പേര് കേട്ട പ്രകാശം കൊണ്ട്, അവിടുത്തെ പ്രഭാവം കൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സങ്കടം തീർത്ത, ആയിരക്കണക്കായ ക്യാൻസർ രോഗികളുടെ രോഗങ്ങൾ അത്ഭുതകരമായി തീർത്ത പ്രിയമുള്ളവരെ, ബായാറ് പോയാൽ, ജാറത്തിങ്കൽ പോയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. തങ്ങളവர்களை കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളുടെ ഇടയിലേക്ക് 10-35 ആംബുലൻസുകൾ സൈറൺ മുഴക്കി വരുന്നത് കാണാം. അതെവിടെയുള്ള രോഗികളാണെന്നറിയോ? അത്യാസന്ന നിലയിൽ ക്യാൻസറിന്റെ 4th സ്റ്റേജ് കഴിഞ്ഞിട്ട് ക്യാൻസർ ചികിത്സിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധപൂർവ്വം ഡോക്ടർമാരുടെ മുന്നറിയിപ്പിന് വില കൽപ്പിക്കാതെ എന്റെ തങ്ങൾ പാപ്പാനെ കാണാൻ എനിക്ക് ഡിസ്ചാർജ് തരണമെന്ന് 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ബായാർ സ്വലാത്ത് മജ്ലിസിലേക്ക്, അതുപോലെ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസിലേക്ക് ആംബുലൻസിലെത്തുകയാണ്. വന്നവരാണെങ്കിലോ 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികളാണ്. 2 വൃക്കകളും തകരാറിലായി, ഇനി ജീവിതമില്ല എന്ന് തീരുമാനിച്ചവർ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ബായാർ സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ ചിലരെ നിങ്ങൾക്ക് കാണാം, അതുപോലെ ജാറത്തിങ്കൽ സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ കാണാം. 2 വൃക്കകളും തകരാറിലായി, ഇനി ജീവിതമില്ല എന്ന് എഴുതി വെച്ചവർ ഇന്നും ബായാർ സ്വലാത്ത് മജ്ലിസിൽ എത്തുന്നുണ്ട്. അതുപോലെ ക്യാൻസറിന്റെ ഡോക്ടർമാരെല്ലാം കൈവിട്ട് 4th സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ രോഗികൾ രോഗം ശമിച്ച് ബായാർ സ്വലാത്തിൽ ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ബായാർ പോകണം മുഅ്മിനെ. ഈമാൻ എന്തെന്നറിയണമെങ്കിൽ മഹബ്ബത്തിന്റെ അമൃതധാര എങ്ങനെയാണ്
എങ്ങനെയാണ് പെയ്തിറങ്ങുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്ന് ജാറത്തിങ്കലേക്ക് നിങ്ങൾ ചെന്ന് നോക്കണം. 10,000 രോഗികൾ ഒഴുകിയെത്തുകയാ, തിരിച്ചു പോകുന്നത് രോഗങ്ങളില്ലാതെയാ. അതുപോലെ പ്രിയമുള്ളവരെ, കുവൈറ്റിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് എന്ന് വേണ്ട UAE-യിൽ നിന്ന്, UAE-യുടെ വിവിധ എമിറേറ്റ്സുകളിൽ നിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ബായാർ സ്വലാത്തിന്റെ അന്ന് ബായാറിലേക്ക് വരുന്നു. വീട്ടിലേക്ക് പോകുന്നില്ല, തിരിച്ചു നേരെ ഗൾഫിലേക്ക് പോകുന്നു. സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു വരികയാ. ജാറത്തിങ്കൽ സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്രയോ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വരികയാ. കേട്ടല്ലോ, ഇപ്പൊ ഈ ആറ്റക്കോയുള്ള ട്രെൻഡ്, ഇതിന് മുമ്പത്തെ ട്രെൻഡ് ഈ അറിവിൻ നിലാവ് പറഞ്ഞ ഒരു ചെക്കനായിരുന്നു. അതിനും മുമ്പുള്ള ട്രെൻഡാണ് ഈ ബായാർ തങ്ങളുടെ ബായാർ സ്വലാത്ത്. ഇച്ചങ്ങാതിന്റെ പോലീസ് വല്ലാതെ ഇപ്പൊ കേൾക്കലില്ല, അതോടെ ഇരിക്കട്ടെ. അപ്പൊ അന്ന് ഇയാളിങ്ങനെ കത്തി നിന്ന സമയത്ത് ഇയാളുടെ സ്വലാത്ത് മജ്ലിസിൽ അടിച്ചു കയറ്റിയാണ് ഒപ്പം നിൽക്കണ ഈ തൊഴിലാളികളുണ്ടല്ലോ, ഇയാൾ പൈസയും കൊടുത്ത് നിർത്തുന്ന തൊഴിലാളികൾ ഇങ്ങനെ തങ്ങളെ കറാമത്ത് ഇങ്ങനെ തള്ളി വിടുകയാണ്. എന്തൊക്കെയാണ് തങ്ങളെ കറാമത്ത്? ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ, അതും 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികളെ ആ ബായാർ സ്വലാത്തുക്കണ് വന്നോടുകൂടി അവിടുന്ന് ഇങ്ങനെ എണീറ്റ് പാഞ്ഞു എന്നാണ്. അത് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ 4th സ്റ്റേജ് കഴിഞ്ഞ് ഇനി ഇയാൾക്ക് മരണമല്ലാതെ വേറൊരു മാർഗമല്ല എന്ന് ഡോക്ടർമാർ വിധി ചെയ്ത കേസുകൾ ഇവലങ്ങോട്ട് ചെന്നിട്ട് ഡോക്ടർമാരെ മുമ്പിൽ പോയി കച്ചറുണ്ടാക്കാണ്. ഞങ്ങളെ ബായാർ മുത്തുണ്ട്, അവിടെ ബായാർ തങ്ങളെ സ്വലാത്തുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോട്ടെ, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാറുന്നു. പിന്നെ എന്തിനാ നമുക്കളങ്ങൾ ഈ ആദ്യം തന്നെ മെഡിക്കൽ കോളേജിൽ ബാക്കിയുള്ള രോഗികളെയും ഡോക്ടർമാരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് പണ്ടാരടക്കിയത്? നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ബായാർ തങ്ങളെ സ്വലാത്തുകളെ കൊണ്ടുപോയി പോരായിരുന്നോ? 4th സ്റ്റേജിന് കാത്തിക്കണം നിങ്ങൾ? 1st സ്റ്റേജിൽ തന്നെ ഇത് കൊണ്ടുപോയി പോരായിരുന്നോ? അത് ഇയാളിങ്ങനെ അതിന്റെ തലേന്ന് ഇങ്ങനെ ആകാശത്ത് പൊട്ടി മുളച്ചത് അയച്ചങ്ങ ഈ ബായാർത്ഥങ്ങള്. അങ്ങനെ 10-35 ആംബുലൻസ് ഇങ്ങനെ ക്യൂ നിൽക്കുക. അത്രേ ഓരോ ആംബുലൻസ് ഇങ്ങനെ ഇറക്കുക. 4th സ്റ്റേജ് ക്യാൻസർ രോഗികളെ ഓല ഇറങ്ങിപ്പായ, അടുത്ത ആംബുലൻസ് വരിക, ഓല ഇറങ്ങിപ്പായ. അങ്ങനെ ആയിരുന്നു എന്നാ പറയണത്. അത് മാത്രല്ല, തള്ളു അവിടെ നിൽക്കിച്ച് സഹിക്കാം. ഇപ്പം പറയാണ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, UAE-യിൽ നിന്നും, ഖത്തറിൽ നിന്നും, സൗദിയിൽ നിന്നും, കുവൈറ്റിൽ നിന്നൊക്കെ ആളുകൾ സ്വലാത്തിനായിട്ട് സ്പെഷ്യൽ ഫ്ലൈറ്റ് എടുത്ത് വരികയാണ്. എന്നിട്ടോ കോഴിക്കോട് എയർപോർട്ടിലോ മംഗലാപുരം എയർപോർട്ടിലോ കണ്ണൂർ എയർപോർട്ടിലോ ഫ്ലൈറ്റിങ് നിർത്തിയതിനു ശേഷം ഇത് അവിടെ നിൽക്കി പോകല്ലേ, ഞങ്ങൾ സ്വലാത്തിൽ പങ്കെടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് കട നിർത്തിയിട്ട് നേരെ സ്വലാത്തേക്ക് പോയ, അവിടെ സ്വലാത്ത് കഴിയാൻ നേരെ ഫ്ലൈറ്റ് തന്നെ പോയി തൂങ്ങിക്കയറുക, അവിടെ തിരിച്ച് ഗൾഫിലേക്ക് പോവുക. വീട്ടിലുള്ള സ്വന്തം കെട്ടിയോളെയും തന്തനെയും തള്ളനെയും മക്കളെയും പോലും കാണാൻ നിൽക്കാതെ ബായാർത്ഥങ്ങളെ മൂടി നിൽക്കാൻ വേണ്ടി ഇവരാണ് എല്ലാവരും അവിടെ. ഈ ഇലക്ഷന്റെ സമയത്തുണ്ടല്ലോ, ചില ആൾക്കാർ മരിച്ചുപോയ ആൾക്കാരൊക്കെ വന്നു കള്ളവോട്ട് ചെയ്യലുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയും, മരിച്ചുപോയ ബാപ്പ ഏതെങ്കിലും വോട്ട് ചെയ്തു പോയി, നബ്ബടെ വന്നിക്കാണ് നമ്മളെ പേരക്കുട്ടികളെയും മക്കളൊന്നും കണ്ടുകൂടിയിരുന്നെന്ന് ചോദിക്കണ്ടല്ലോ കോമഡി ആയിട്ട് എന്ന് പറഞ്ഞ മാതിരിയാണ്. ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് വിളിച്ചിട്ട് വരിക, സ്വലാത്ത് പങ്കെടുക്കുക, അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഗൾഫിക്ക് പോവുക. വീട്ടിലുള്ള തന്തിയും വേണ്ട, തള്ളിയും വേണ്ട, കെട്ടികളും വേണ്ട, കുട്ടികളും വേണ്ട. അത്രയും പോരിശിയാക്കപ്പെട്ട സ്വലാത്താണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അതിന് ബായാർത്ഥങ്ങൾ എന്ത് ചെയ്തു? ഇത് അനുയായികളെ അടിച്ചുവിടല്ലേ? അല്ല, അനുയായികൾക്ക് അടിച്ചുവിടാനുള്ള തള്ളിവിടാനുള്ള മോട്ടിവേഷൻ കൊടുക്കണ ഇച്ചങ്ങായി തന്നെയാണ്. ഇയാളെ തള്ളല് കേട്ടു നോക്കി. ഇന്നിപ്പോ ഞാൻ മാരുവ് കഴിഞ്ഞ് റൂമിലിരിക്കുമ്പോ സൂഫി ഉസ്താദിന്റെ റൂമിൽ ഉടുപ്പിയിൽ കുന്താപുരത്തുള്ള ബ്ലഡ് ക്യാൻസർ പിടിപെട്ട നാഫിൽ എന്ന് പറയുന്ന 3.5 വയസ്സുള്ള കുട്ടി ബ്ലഡ് ക്യാൻസറാണ്. മംഗലാപുരം ഹോസ്പിറ്റലിൽ ഡോക്ടർമാര് കൈവിട്ട അവസ്ഥയിലായിരുന്നു. ഇവിടത്തെ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടു. ഇന്ന് ആ കുട്ടിക്ക് ക്യാൻസറിന്റെ അംശം ശരീരത്തിലില്ല എന്ന റിപ്പോർട്ടുമായിട്ട് ഇന്ന് മാരുവിന്റെ ശേഷം കുന്താപുരത്ത് നിന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ ഒരു ചാൻസുമില്ലെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുതോളിയിലുള്ള സുഹൃത്ത് ഇന്നൊരു കുട്ടിയുടെ പിതാവാണെങ്കിൽ, ഞാൻ പറഞ്ഞു 23 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാകാൻ ഒരു ചാൻസുമില്ലെന്ന് പറഞ്ഞ നമ്മുടെ മേർക്കള യൂസുഫ് എന്ന് പറയുന്ന സുഹൃത്ത് എന്നൊരു കുട്ടിയുടെ പിതാവാണെങ്കിൽ, തളങ്കര മാലിക് ദീനാർ മഹല്ല് ജമാഅത്തിൽപ്പെട്ട ഉഹ്മാൻ എന്നൊരു കുട്ടിയുടെ പിതാവാണ്. 22 വർഷമായി കല്യാണം കഴിച്ച് ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ, മാരകമായ രോഗങ്ങൾ പിടിപെട്ട് 2 കിഡ്നിയും ഫെയിൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ രോഗികൾ മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് ഈ മജ്ലിസിലേക്ക് എത്തിയിട്ട് സുഖം കിട്ടിയ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ബായാർ എന്ന് പറയുന്ന കുഗ്രാമത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് മാസാമാസം രാജ്യത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും, കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും, കർണാടകയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും, ബോംബെയിൽ ഉൾപ്പെടെ ബോംബെയിൽ നിന്ന് ഇന്ന് ജുമാക്ക് വേണ്ടിയിട്ട് മംഗലാപുരത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾ സ്വലാത്തിന് മാത്രം വന്നതാണെന്ന് പറഞ്ഞിട്ട് മാരുവിന്റെ ശേഷം വന്ന് പറഞ്ഞ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതാണ് കാര്യം. എന്താണ്? ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഭവങ്ങളുണ്ട് ഇവന്റെ സദസ്സിൽ പങ്കെടുത്തിട്ട്. എന്തൊക്കെയാ അനുഭവങ്ങള്? ബ്ലഡ് ക്യാൻസർ മാറിയ കുട്ടി ഒക്കെ മരണം വിധി എഴുതിയതാട്ടോ. പിന്നെ ആയിരക്കണക്കിന് ആൾക്കാരെ ക്യാൻസർ വേറെ മാറി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 14 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാര്, 20 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാര്, 24 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാര് ഒക്കെ ബായാർ സ്വലാത്തിലാണ് വന്നു. 9 മാസം ഡിം പെറ്റു. മാത്രമല്ല 2 കിഡ്നിയും പോയ ആൾക്കാര്,
തലച്ചോറ് പോയ ആൾക്കാരാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള മുഴുവൻ നമുക്കറിയാം. 2 കിഡ്നിയും പോയിട്ട് ഒരു ഗതിയില്ലാതെ മയ്യത്ത് മാതിരി ഇങ്ങനെ താങ്ങിപ്പിടിച്ച് ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ കൊണ്ടുവരാൻ ആൾക്കാരെ. ഡോക്ടർമാർ ഇനി ഡയാലിസിസ് തന്നെ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആൾക്കാര് ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങനെ എണീറ്റ് പായാണ്. എടോ ചങ്ങായിമാരെ, ഇങ്ങളെ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാര് എത്ര ആൾക്കാര് കിഡ്നി പോയി മരിച്ചിട്ടുണ്ട്? നിങ്ങളൊരു സ്ഥിരം വായാടിയായിരുന്നല്ലോ വടശ്ശേരി അസംമോലിയര്. അയാളെ കിഡ്നി പോയിട്ട് ആ കിഡ്നി മാറ്റി വെച്ചപ്പോ നിങ്ങളെ സ്വലാത്തിനെ കുറിച്ച് അയാൾ അറിഞ്ഞില്ലേ? നിങ്ങളെ സമസ്തന്റെ പ്രസിഡന്റ് ഈ സുലൈമാൻ മുസ്ലിയാര്, അയാളുടെ മകൻ ചെറുപ്പക്കാരനായ ചെക്കൻ 30-32 വയസ്സുള്ള ചെക്കൻ കിഡ്നി പോയിട്ടാ മരിച്ചത്. ഇപ്പൊ അടുത്ത് ഓൻ കല്യാണം കഴിച്ചിട്ടുള്ളത് നിങ്ങളെ മറ്റൊരു നേതാവായ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ മോളെയാണ്. 30-32 വയസ്സുള്ള സമയത്താണ് ഇപ്പൊ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കിഡ്നി പോയി മരിച്ചത്. ഇവർ ആരും കേട്ടില്ലേ ഈ ബായാർത്ഥങ്ങളെ സ്വലാത്തിന്റെ സദസ്സ്? എന്റെ ഇവൽക്കാർക്കാണ്ട് വണ്ടി കിട്ടിയില്ലേ, ആംബുലൻസ് കിട്ടിയില്ലേ? ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് തള്ളി അടിച്ചു കയറ്റി ഇങ്ങനെ വിടുന്നെ. എന്നാ ഇവന്മാരോ ഈ പറഞ്ഞ മാതിരി ഇവന്മാരെ പണ്ഡിയന്മാർക്കും നേതാക്കന്മാർക്കും കിഡ്നി പോയി കഴിഞ്ഞാൽ ഡയാലിസിസ്, കിഡ്നി മാറ്റി വെക്കുക എല്ലാം ചെയ്യും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായിട്ട് കുട്ടികളില്ലാത്ത കേസുകൾ എല്ലാത്തിനും പരിഹാരമാണ്. ഇവരുടെ സർവ്വരോഗ സംഹാരിയാണ് ഇവർ ഈ സ്വലാത്ത് മജ്ലിസ്. എന്നാ ഇവന്മാർക്കൊന്ന് വയറിളക്കം വന്നോക്കട്ടെ, ഒന്ന് മൂലക്കുരു വന്നോക്കട്ടെ, വേണ്ട എന്തെങ്കിലും ഒരു തുമ്മൽ വന്നോക്കട്ടെ, ബലായുധൻ ഡോക്ടറെയും വാസുദേവൻ ഡോക്ടറെയും മുമ്പിൽ പോയി കീ നിൽക്കും. മനസ്സിലായോ? എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത്. ഓപ്പറേഷൻ വേണ്ട, സിസേറിയൻ വേണ്ട, ചികിത്സ വേണ്ട, ഡോക്ടർ വേണ്ട എന്നൊക്കെയാണ് പോലെ ബടായി വരല്ലേ. എല്ലാത്തിനുള്ള മരുന്ന് പോലെ സ്വലാത്ത് മജ്ലിസുകളാണ്. ഇവന്മാരെ കെട്ടിയോളുമാരെങ്ങാനും മെൻസസ് തെറ്റിയോക്കട്ടെ, മാസക്കുളി തെറ്റി നോക്കട്ടെ, ബീജം ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ എത്തുന്നതിന് മുമ്പ് ഇവരുണ്ടാവും വിലാസിനി ഡോക്ടറെ മുമ്പില്, ഗൈനക്കോളജിസ്റ്റിന് മുമ്പില്. എന്റെ ഇഷ്ടം പോന്നു, പെണ്ണുങ്ങൾക്ക് മാസക്കുളി തെറ്റിക്കണം കഴിഞ്ഞ മാസം മുതൽ അന്ന് ചെക്കപ്പിന് വന്നാണ്. ചെക്കപ്പ് ഈ ഹംകൾ സമുദായത്തിനെ പറ്റിക്കുന്ന കോലാണത്. ഇവന്മാർക്ക് ഹോസ്പിറ്റല്, ഖൗമിന് സ്വലാത്ത് മജ്ലിസ്. അപ്പൊ നിങ്ങൾ പറയും അല്ലടോ വഹാബി, ഇങ്ങനെ സ്വലാത്ത് മജ്ലിസിൽ പോയിട്ട് അങ്ങനെ എത്ര ആളുകൾ രോഗം മാറിയിട്ടുണ്ട്, കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, ക്യാൻസർ മാറിയിട്ടുണ്ട്, എന്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്റെ അയലോകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട്, എങ്ങനെയൊക്കെ ഇത് സംഭവിക്കണത്, ആരതിന്റെ പിന്നില്? ഇത് അള്ളാന്റെ സഹായമാണോ ശൈത്താന്റെ സഹായമാണോ? ഞാൻ വരുന്നുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇത് ആറ്റക്കോയന്റെ കാലത്ത് പൊട്ടിമുളച്ചൊന്നല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ ഇത് സ്ഥിരമായി കാണുന്ന രോഗികളും രോഗങ്ങളുമാണ് എന്ത് ഈ ആത്മീയ ചൂഷകന്മാരും അവരുടെ കെണിയിൽപ്പെട്ട അനുയായികളും. ഇപ്പൊ ആറ്റക്കോയ അതിന്റെ പുതിയ വേർഷനേക്ക് രംഗത്തിറങ്ങി. അപ്പൊ ആറ്റക്കോയനെ പല ആൾക്കാർക്കും ദഹിക്കണില്ല. എന്തുകൊണ്ടാണ് ദഹിക്കാത്തത്? ഞാൻ വരുന്നുണ്ട്. അപ്പൊ ആറ്റക്കോയ സ്വലാത്ത് മജ്ലിസ്, സ്വലാത്തുൽ ഫാത്തിഹ എന്നിട്ട് വേറെ സംഭവം തുടങ്ങി, വേറെ കച്ചവടം. ഇനി അതിന്റെ പോലീശവൻ പറട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരുപാട് പേര് രോഗികളാ. മാംസത്തിൽ രോഗം വന്നിട്ടുണ്ട്, നരമ്പിന് രോഗം വന്നിട്ടുണ്ട്, തലച്ചോറിന് വന്നിട്ടുണ്ട്, അവയവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, തലയുടെ മുർത്താവ് മുതൽ കാലിന്റെ പല്ല വരെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ ഈ തേന് ഞങ്ങളെ കുടിക്കുന്നതോടുകൂടി ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാരെ രോഗവും നീ ശിഫയാക്ക റബ്ബേ. എല്ലാരെ രോഗങ്ങളും ശിഫയാക്കാ. അടുത്ത മജ്ലിസിന് അല്ല ഉഷാറോട് കൂടി വരാ. ഓപ്പറേഷൻ പറഞ്ഞവരെ ഓപ്പറേഷൻ ഇല്ലാതെയാവാ. ക്യാൻസർ മാറ്റിക്കൊടുക്കാ. എന്തൊക്കെ രോഗങ്ങളെ കൊണ്ടാണോ വന്നതെങ്കിൽ എല്ലാവരും രോഗവും ശിഫയാകാ. ഒരു ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. അൽ ഫാത്തിഹ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ രോഗികളാണ്. ഒരുപാട് ആളുകളല്ലോ, മുഴുവൻ രോഗികളാ. എന്ത് രോഗാണ്? മൂന്നാമത് പറഞ്ഞില്ലേ, തലച്ചോറിന് രോഗം ബാധിച്ചോർ. അതാണ് എല്ലാവർക്കും തലച്ചോറിനാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. കാതലായ സ്ഥലത്തിന് രോഗം ബാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ സമസ്തന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന 95% പെണ്ണുങ്ങൾക്കും ഈ തലച്ചോറിന് മണ്ടരി ബാധിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിനുള്ള ചികിത്സയാണ് ഇപ്പൊ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോങ്ങനെ കിടന്നിട്ട് കാളക്കരച്ചില്. ഈ മജ്ലിസിൽ പങ്കെടുത്ത ആളുകൾ രോഗികളാണ്, ക്യാൻസർ രോഗികളാണ്, രോഗം മാറ്റണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ടിക്കുട്ടി കയറുണ്ടമാരിങ്ങനെ ഇങ്ങനെ മോങ്ങണം തന്നെ. കൗമങ്ങനെ അന്തം വിട്ട് തൊള്ളയും പൊളിച്ച് ഇങ്ങനെ ഇരിക്കന്നെ. കാരണം എന്താ? കറാമത്തിന്റെ മാലപ്പടക്കാണ് ഇനി പൊട്ടാൻ പോണത്. ഓന്റെ മജ്ലിസിൽ പങ്കെടുത്ത ആളുകൾക്കുണ്ടായ അത്ഭുത സംഭവങ്ങള്, ഓന്റെ കൊടിമരത്തിന് നേർച്ചേർന്ന ആളുകൾക്കുണ്ടായ അത്ഭുത സംഭവങ്ങള് ഓൻ പറട്ടെ. ഈ കുടിമരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ദുആയിരിക്കുന്നത്. മിനിങ്ങാന്ന് രാത്രി 7 മണിക്ക് അമുസ്ലിമാർ കുടുംബനെ കാണാൻ വന്നു. അലിക്കൂട്ട് തന്റെ മക്കള്, തന്റെ പേരക്കുട്ടി, കുറെ ആളുകളുണ്ട്. തന്റെ പേരക്കിടാവ് 3 ആളെ വെച്ച് ബൈക്കിൽ പോണ സമയത്ത് ഒരു വണ്ടിയുമായി അടിച്ച് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിലാണ്. കയ്യും കാലും അനക്കണില്ല. അങ്ങനെ ഐസിയുന്റെ മുന്നിൽ വെച്ചിട്ട് അമ്മ കരയുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടെ പുറപ്പത് കണ്ടപ്പെട്ടിട്ടുള്ള പ്രശ്നം. ഞാൻ ആക്സിഡന്റ് പറ്റി ഡോക്ടർമാർ കഴിയുകയാണ്.
കയ്യും കാലം നടക്കണില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങളെ മേലെ കുളക്കാട് കൊടിമരമുണ്ട്, നമുക്ക് അങ്ങോട്ട് നേർച്ചയാക്കോ? അതിനെന്താ നേർച്ചയാക്കണം? നേർച്ചയാക്കി അരമണിക്കൂർ കഴിഞ്ഞപ്പോ കയ്യും കാലം അനക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ വണ്ടി എടുത്ത് വന്നു. ഇത് ഒരു അമുസ്ലിം കുടുംബത്തിനുണ്ടായ അനുഭവമാണ്. എന്താണ്? ഒരു അമുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു ചെക്കൻ, അങ്ങനെ 3 ചെക്കന്മാർ, ഫ്രീക്കൻ ചെക്കന്മാർ ബൈക്കിൽ ഇങ്ങനെ പോയായിരുന്നു. അങ്ങനെ ആക്സിഡന്റ് ആയതോടുകൂടി ഈ ചെക്കന് ഗുരുതര പരിക്കായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUലാക്കി. വെന്റിലേറ്റർ എന്ന് പറയുന്നു അതിന് കുറച്ചും കൂടി രസം. ഏതായാലും ICUയിൽ കിടന്നു ചെക്കൻ അങ്ങണ്ടോ എന്നറിയാതെ അങ്ങനെ ആകെ ചക്രശ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചെക്കൻ്റെ തള്ള ICUവിൻ്റെ പുറത്തിങ്ങനെ മൂക്കും പിഴിഞ്ഞ് ടെൻഷനായി ബേജാറായി നിൽക്കുമ്പോൾ നമ്മളെ കൂടപ്പുറപ്പ് ഒരാളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാടോ എൻ്റെ കൂടപ്പുറപ്പ് അവിടെ പോയത് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ? ആളെ ക്യാൻവാസ് ചെയ്യാനാ? ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരെ അതാ ഇവിടെ നല്ല യഥാർത്ഥ ചികിത്സ, മേലെ കൊടുക്കാട് ഞങ്ങൾ തങ്ങൾ പാപ്പൻ്റെ അടുത്ത് പോയിക്കോളി, അവിടുന്ന് എല്ലാ രോഗം മാറും എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പോയതാ അവിടെ? അതോ ഈ കൂടപ്പുറപ്പിന് വല്ല അസുഖം ഉണ്ടായിട്ട് പോയതാ? അങ്ങനെ പോകാൻ പാടില്ല. എൻ്റെ കൂടപ്പുറപ്പാളൊന്നും ഹോസ്പിറ്റലിൻ്റെ ഏലത്ത് കൂടി പോകാൻ പാടില്ല. ഇരിക്കട്ടെ. അങ്ങനെ കൂടപ്പുറപ്പ് പറഞ്ഞു, അല്ല അമ്മേ, നിങ്ങൾ എന്തിനാ എവിടെ നിന്ന് കാണുന്ന നേരം കളയണത്? മേലെ കൊടുക്കാട് ഞങ്ങൾ തങ്ങൾപ്പാപ്പുണ്ടല്ലോ, ആ കൊടിമരത്തിന്റെ അങ്ങോട്ട് നേർച്ച നേരം തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ എന്തിനും റെഡിയാ. അങ്ങനെ ആ കൊടിമരത്തിന്റെ അങ്ങോട്ട് നേർച്ച നേർന്നതോടുകൂടി ചെക്കൻ കയ്യും കാലും അനക്കാൻ തുടങ്ങി. കറാമത്ത്. അപ്പൊ ഇവന്റെ കൊടിമരത്തിന്റെ അങ്ങോട്ട് നേർച്ച കൊടുത്തതോടുകൂടി ആ സ്വലാത്തുൽ മജ്ലിസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, സ്വലാത്തുൽ ഫാത്തിഹയൊക്കെ അമ്മച്ചി മുക്കിമൂളി ചൊല്ലിയിട്ടുണ്ടാവും. അതോടുകൂടി ചെക്കൻ സുഖായി എന്നാണ് ഈ പറയണത്. ഇതാണ് ജനങ്ങളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. രോഗം മാറണില്ലേ? തങ്ങളെ കറാമത്ത് തന്നെ. എന്നാ ഇത് കറാമത്താ? ഇത് എൻ്റെ മജ്ലിസിൽ നിന്ന് മാത്രം അങ്ങനെയൊക്കെ സംഭവിക്കണത്? അതിനെക്കാട്ടിയും വല്ല ഗുരുതരമായ സംഭവം ആറ്റക്കോയന്റെ കുഞ്ഞാടുകളൊന്ന് കേൾക്കട്ടെ. മരത്തേന്ന് വീണതാണേ, കേട്ടില്ല. 10 രൂപ എടുത്ത് നടലിന് പോട്ടില്ല. എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ്. ഒരിക്കലും നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന ഡോക്ടർ. എവിടെയാ ചികിത്സ ചെയ്യുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജില് ആൽബിൻ ഡോക്ടർ ആയിരുന്നു. 15-16 എടുത്ത് പൊട്ടിട്ടെന്ന് പറഞ്ഞു. 16 ഇടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്. ആ ചലിപ്പിക്ക് കാല്, മറ്റേ കാല് ചലിപ്പിക്ക്. ഈ കാല് ആ പൊങ്ങട്ടെ. വീഴ്ചയ്ക്ക് ശേഷം കാല് ചലിച്ചിട്ടില്ല. ഇല്ല. ചാടി എഴുന്നേക്ക്. ഓ മൊത്തം കെട്ട് കഴിച്ചു. ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്നേ. കമ്പി വെച്ച ബെൽറ്റ് ഒരിക്കലും അനങ്ങാതിരിക്കാൻ. സ്റ്റെപ്പ് വെച്ച് വഴി കൊടുത്തേ. ആരും പിടിക്കണ്ട. മുണ്ട് മടക്കി കൊടുക്ക. തിരിച്ചു വാ. ഓയ്. മരത്തുമെന്ന് വീണിട്ട് നട്ടല് പൊട്ടിയതാ. അത് 1-2 പൊട്ടലല്ല, 16 പൊട്ടല്. നിങ്ങളാ കേൾക്കണ പൊട്ടം പറയാണ്, മരത്തേന്ന് വീണിട്ട് നട്ടല് പൊട്ടില്ല. എന്താ ആവേശം എന്നറിയോ എനിക്ക്? 2 നട്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞ ആവേശത്തിലാണ് പറയണത്. മരത്തേന്ന് വീണിട്ട് നട്ടല് പൊട്ടിയതാ. മരത്തുനിന്ന് വീണിട്ട് 16 പൊട്ട് നട്ടല് പൊട്ടിയവൻ്റെ ഒരു ആവേശമാണത്. അതോടുകൂടി ഡോക്ടർമാർക്ക് കൈയൊഴിഞ്ഞു. അങ്ങനെ കാല് പൊങ്ങണില്ല. പൊങ്ങട്ടെ. കണ്ടെയ്നർ ലോറിന്റെ ജാക്കി വെച്ച് പൊങ്ങിയാൽ വരെ പൊങ്ങാത്ത അവസ്ഥയിലാണ് ചങ്ങായി. അവൻ പൊങ്ങട്ടെ പറഞ്ഞപ്പോ ഇവൻ പൊങ്ങിയിട്ട് എണീറ്റിട്ട് ഒറ്റ പാച്ചില് ആ കുഞ്ഞാടാ പായുന്നു. യേശുവേ അതാ പായുന്നു. കുഞ്ഞാട് തിരിച്ചു വിളിക്കൂ. കുഞ്ഞാട് പായി തന്നെയാണ്. ഇതിനെക്കാട്ടി വലുത് തുടങ്ങും ആറ്റക്കോയന്റെ കറാമത്ത്. അപ്പൊ നട്ടല് പൊട്ടിയിട്ട് 16 പൊട്ടലൊട്ടിയ ആള് എണീറ്റ് പായുന്ന പാച്ചില് കണ്ടില്ലേ? അപ്പൊ ആ പാതിരിന്റെ കറാമത്ത് തന്നെയെന്ന് ആറ്റക്കോയന്റെ കുഞ്ഞാടുകൾ പറയോ? ഇതും കറാമത്തിൽ പെടുവോ? ഒന്നുകിൽ ഞങ്ങൾ പറയും അത് തട്ടിപ്പാണ്, ഞങ്ങൾ ആറ്റക്കോയിന്റെ ശരിയാണ്, അല്ലെങ്കിൽ 2ഉം തട്ടിപ്പാന്ന് പറയും, അല്ലെങ്കിൽ 2ഉം ശൈത്താനീയത്തിന്റെ സഹായം എന്ന് പറയും. കഴിഞ്ഞില്ല അത്ഭുത സംഭവങ്ങള്. ഇനി ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്, കല്യാണം കഴിഞ്ഞ് ഒരു 2 കൊല്ലക്കായി കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങുമല്ലോ, എന്താണ് വിശേഷം ഉണ്ടോ, കുട്ടികളായോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങുമല്ലോ. അപ്പൊ 2-4 കൊല്ലമായി കഴിഞ്ഞാൽ 8 കൊല്ലമായി കഴിഞ്ഞാൽ ടെൻഷനായില്ലേ? അങ്ങനെ കുട്ടികളില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് എത്ര പെണ്ണുങ്ങൾക്കാണ് ആറ്റക്കോയ കുട്ടികളുണ്ടാക്കി കൊടുത്തത്? കേട്ടോളിയും. കഴിഞ്ഞ ആഴ്ച കോട്ടക്കല് പോയപ്പോ ഒരു കുടുംബം എന്നെ കാണാൻ വന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, നയനമനോഹരമായ ഒരു മോതിരം സമ്മാനിച്ചു. വളരെ പാവപ്പെട്ട കുടുംബമാണ്. സുബ്ഹാനല്ലാഹ്, ആ കുടുംബത്തെ പൊന്നു സഹോദരന്റെ കല്യാണം കഴിഞ്ഞിട്ടോ 18 കൊല്ലമായി മക്കളുണ്ടായിരുന്നില്ല. ഉള്ളതെല്ലാം നുള്ളിപ്പുരക്കി ചികിത്സ നടത്തി, എന്നാൽ മക്കളെ അള്ളാഹു കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ കോട്ടക്കൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ആ സഹോദരൻ പറയാണ്, കല്യാണം കഴിഞ്ഞിട്ട് 18 കൊല്ലമായി മക്കളില്ല.
സുബ്ഹാനല്ലാഹ്, മക്കൾ ഉണ്ടാകാൻ പ്രയാസമാണെന്ന് ഡോക്ടർമാർക്ക് പറഞ്ഞിട്ടുണ്ട്. വലിയ സങ്കടത്തിലാണ് ഞാനും എന്റെ ഭാര്യയും. അപ്പോഴാണ് ഇങ്ങനത്തെ മതത്തിനെ കുറിച്ച് അറിഞ്ഞത്. ചെറുപ്പക്കാരൻ പറയാം, ആദ്യം വിവാദങ്ങൾ വന്നപ്പോ ഞാനിങ്ങനെ മടിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇബ്ലീസ് പിഴപ്പിക്കാണ്. ഞാനിങ്ങനെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കോട്ടക്കൽ തങ്ങൾ പാപ്പാന്റെ അടുത്ത് വന്നു, സങ്കടങ്ങൾ പറഞ്ഞു. അവിടെ നിന്നോട് പറഞ്ഞ വാക്കെന്താ? എല്ലാ ദിവസവും മജ്‌ലിസ് കേട്ടോ, എല്ലാ ദിവസവും മജ്‌ലിസ് കേട്ടോ, അണക്കള്ള മക്കളെ തിരുന്നാർ. അങ്ങനെ സന്തോഷമായി പോയി. ഞാൻ എന്റെ കണ്ണേറ് ബാത്തിലാക്കി. കല്യാണം കഴിഞ്ഞ് 18 കൊല്ലമായിട്ടും മക്കളില്ല. മക്കളുണ്ടാകാൻ പ്രയാസമാണെന്ന് ഡോക്ടർമാര് തന്നെ പറഞ്ഞു. ഡോക്ടർമാര് പ്രയാസം പറഞ്ഞ സ്ഥലത്ത് എത്ര സിമ്പിളായി വളരെ ഈസിയായി ആറ്റക്കോയ മക്കളുണ്ടാക്കി കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്തു? ഈ ചങ്ങായി ഉണ്ടല്ലോ, ഇവനിത് അറിഞ്ഞു. ഇങ്ങനെ ആറ്റക്കോയ അറിഞ്ഞ ചങ്ങായിണ്ട്, മക്കളില്ലാത്തവർക്കൊക്കെ മക്കളുണ്ടാക്കി കൊടുക്കണ ആള്. അങ്ങനെ പറഞ്ഞു, ആറ്റക്കോയിനോട് പരാതി പറഞ്ഞു. ആറ്റക്കോയ പറഞ്ഞു, എല്ലാ ദിവസവും എന്റെ സ്വലാത്തുൽ മജ്‌ലിസ് അങ്ങനെ കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട, സ്വലാത്തുൽ മജ്‌ലിസ് ഇങ്ങനെ കേട്ടിട്ട് 4 ഊത്താണ് ഊതിയാൽ മതി, അയക്ക് മക്കളുണ്ടായിക്കോളും. അപ്പൊ തങ്ങൾ പാപ്പാന്റെ കറാമത്തോണ്ട് മക്കളുണ്ടായി. എവിടെ ഒരു മനുഷ്യന് മക്കളുണ്ടാകാന് അള്ളൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. പ്രവാചകന്മാരെ ചരിത്രം വരെ അങ്ങനെയുണ്ട്. 10, 50, 60, 70, 80 വയസ്സായതിനു ശേഷം മക്കളുണ്ടായ പ്രവാചകന്മാരുണ്ട്. മനസ്സിലായോ? അത് അള്ളാഹു ഒരു സമയം വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് മക്കളുണ്ടാകും. അതും ആറ്റക്കോയന്റെ കറാമത്ത്. അപ്പൊ ഇത് ആറ്റക്കോയന്റെ കറാമത്താണെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ പാതിരിന്റെ വേറെ കറാമത്ത് വരട്ടെ. നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. ഈ മോളെ എത്ര വർഷം കഴിഞ്ഞ് കിട്ടിയേ? 14 വർഷം കഴിഞ്ഞ് ഉണ്ടായതാണ്. ഇവർ കോട്ടയത്ത് വന്ന് നമ്മുടെ ധ്യാനത്തിൽ ലൂർദ് പള്ളി കൺവെൻഷന്, അത് പിന്നെ കോട്ടയത്ത് വന്നില്ലേ? ലൂർദ് പള്ളി കൺവെൻഷനിൽ ഇവർ കൂടി അന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കോട്ടയത്ത് വന്ന് ധ്യാനത്തിലും കൂടിയിരുന്നു. 14 വർഷം കഴിഞ്ഞ് കൊടുത്ത കുഞ്ഞാണിത്. നമുക്ക് ഈ സാക്ഷ്യം ഒന്ന് കേൾക്കാം. എൻ്റെ പേര് ടൂൾ സിജി. ഞങ്ങൾ 2004 വിവാഹം കഴിഞ്ഞാണ്. ഞങ്ങൾക്ക് ഒരു 10 വർഷത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. ഒരു ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി. അങ്ങനെ 2017 സാബു ബ്രദർ ലൂർദ് പള്ളിയിൽ കൺവെൻഷൻ നടത്തിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നൊരു വ്യക്തി ആ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. 4ാമത്തെ ദിവസം ആ വ്യക്തി ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേര് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് അവിടെ ബ്രദർ വിളിച്ച് പറഞ്ഞിരുന്നു. തൊട്ടടുത്ത മാസം തന്നെ ഭാര്യ പ്രഗ്നൻ്റായി. കല്യാണം കഴിഞ്ഞിട്ട് 14 കൊല്ലമായിട്ട് മക്കളുണ്ടായില്ല. അങ്ങനെ സാബു ബ്രദറിന്റെ ധ്യാനം ഉണ്ടല്ലോ, ലൂർദ് പള്ളിയിലെ ധ്യാനത്തില് ചങ്ങായിന്റെ ഏതൊരു സുഹൃത്ത് പങ്കെടുത്തിരുന്നു. അപ്പൊ അയാൾ പിന്നെ വന്നിട്ട് ആ സുവിശേഷം അറിയിച്ചെന്ത്, സാബു ബ്രദർ ഈ മക്കളില്ലാത്ത ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് മക്കളുണ്ടാക്കി കൊടുക്കണ്ടല്ലോ, ആ ലിസ്റ്റിൽ ഇപ്രാവശ്യങ്ങളും പാടെ പെട്ടിട്ടുണ്ട്, കഴിച്ചിലായി. അങ്ങനെ ആ ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് മക്കളുണ്ടായിന്നാ. ആറ്റക്കോയന്റെ കുഞ്ഞാടുകൾ പറയാ, ഇത് കറാമത്താണോ, അതോ ശൈത്താനിയത്താണോ, അതോ മാജിക് ആണോ, തട്ടിപ്പാണോ, അതോ കളവ് പറയാണോ? നിങ്ങൾ ഏതൊരു ഒന്ന് പറയും? നിങ്ങൾ എന്താ ഇതിൽ പറയാ? കറാമത്താണെന്ന് പറയോ, അതോ ശൈത്താനിയത്താന്ന് പറയോ? എന്താ നിങ്ങൾ ഇതിൽ പറയാ? മക്കളുണ്ടാകലാണ് വലിയ പോരിശ. തങ്ങപ്പാപ്പാന്റെ കറാമത്തിന്റെ പോരിശനപ്പ്. ഒരുപാട് ആൾക്കാർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കുന്നു. കഴിഞ്ഞില്ല. ഇനി സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ആറ്റക്കോയന്റെ മജ്‌ലിസിൽ വന്നിട്ട് സ്ട്രോക്ക് ഒക്കെ വേദമായി സുഖപ്പെട്ട സംഭവം ആറ്റക്കോയ പറയട്ടെ. ഒരു ജ്യേഷ്ഠം വന്നിട്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്ഥലം കോഴിക്കോട്. പറ്റൊന്നില്ല. എന്തിനാ ഒന്ന് അന്ന് വരുമ്പോ സുഖണ്ട? എന്താ സുഖണ്ടെന്ന്? സ്റ്റോക്ക് വന്നൊരു ഭാഗം തന്നു പോയില്ലേ? എന്റെ വിഷമല്ലേ? ഒന്നിനെ കൊന്നു പോകുമ്പോ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റില്ല? അറിഞ്ഞ് ഇവിടെ വന്നു. എന്താ ശരിയാവുന്നതാണ്. ശരിയായോ? അൽഹംദുലില്ലാ 90% ശരിയായി. ജോലി ചെയ്യുന്നുണ്ടോ? നമ്മളൊരു ജ്യേഷ്ഠനാ ഒരു ഭാഗം സ്റ്റോക്ക് തളർന്ന് നടക്കാന്ന് വെച്ചിട്ടായിരുന്നു. അൽഹംദുലില്ലാ കൊടുക്കാതെ വന്നു. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ പറഞ്ഞു. അൽഹംദുലില്ലാ 90% അസുഖം മാറി. ഇപ്പൊ ജോലിക്കും പോയി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നടക്കാനൊരു കുഴപ്പമില്ല. നടക്കാനൊക്കെ പറ്റില്ല. അപ്പൊ നമ്മൾ സഹോദരനാണ്. സഹോദരൻ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയായിരുന്നു. ഇപ്പൊ തങ്ങപ്പാപ്പാന്റെ മജ്‌ലിസിനെ കുറിച്ച് അറിഞ്ഞ് അവിടെ വന്ന് പങ്കെടുത്ത് ആ സ്വലാത്തുൽ ഫാത്തിഹയിൽ അങ്ങോട്ട് പങ്കെടുത്തപ്പോ 90% മാറി. ഈ 10% മാത്രമേ മാറാവുള്ളൂ. അതെന്തിനോട് നിങ്ങൾ ഓന്റെ മണ്ടന്റെ ബാക്കിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചിട്ട് തലന്റെ ബാക്ക് ഭാഗം ഫെയ്ഡായി കാണിക്കണത്? ഓൻ സ്ട്രോക്ക് തന്നെയല്ലേ വന്നത്, അല്ലാതെ ആസനത്തിൽ വട്ടച്ചൊറിയും ഏഴ്സൊന്നല്ലോ വന്നിട്ടുള്ളത്. ഇത്ര മാനക്കേട്. അപ്പൊ തങ്ങപ്പാപ്പാന്റെ മജ്‌ലിസിൽ വന്നു കഴിഞ്ഞാൽ മാറാത്ത അസുഖമുണ്ടോ? എന്നാലോ തങ്ങപ്പാപ്പാക്ക് കൊളസ്ട്രോളും ഉണ്ട്, ഷുഗറും ഉണ്ട്, എല്ലാ കുന്തും ഉണ്ട്. തങ്ങപ്പാപ്പാക്ക് പനി വന്നു കഴിഞ്ഞാല് പാരാസെറ്റമോളിനെ ആശ്രയിക്കുക. ഇതും തങ്ങപ്പാപ്പ പറഞ്ഞതാണ്. കൊടക്കാട്ടെ തങ്ങളുട്ടി വല്ലാത്ത കുട്ടി തന്നെയാണ്.
അപ്പൊ ഇത് സ്ട്രോക്ക് വന്ന കഥ. ഇനി ഇതിനേക്കാളും ഭീകരമായ, കണ്ടാൽ ഞെട്ടിത്തെരിക്കുന്ന, ബോധം കെട്ടുവീഴുന്ന ചില രോഗികൾ നമുക്ക് കണ്ടാൽ തന്നെ പേടിയും പോലെ കൊണ്ടുവരണ്ടു കഴിഞ്ഞാല് അങ്ങനത്തെ രോഗികളെ ഈ ക്രിസ്ത്യൻ പാതിരിമാര് മാറ്റണ രംഗങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടോളിയും. തങ്ങപ്പാപ്പാന്റെ കറാമത്തൊക്കെ വാലും ചുരുട്ടി മൂലക്കട നിൽക്കും ഇതിന്റെ മുമ്പിൽ. കണ്ടോളിയും. खड़ा रख इसको, खड़ा कैसे देखो, देख रहे हो आप, हाथ पैर मुंह देखो, मुंह दिखा कैमरा, मुंह दिखा, मुंह दिखा, देख रहे हो मुंह, पैरालाइज में मुंह टेढ़ा हो जाता है, हाथ पैर टेढ़े हो जाते हैं। इसी समय परमेश्वर का आत्मा इसको छुए, यहोवा की शक्ति उतरे, छोड़ दे। हाथों पे कैमरा करो दोबारा। पैरों पर कैमरा करो, मुंह पर कैमरा करो, मुंह पर यू आर हील्ड। क्या नाम है आपका बेटे? नाम क्या बेटे? आपका नाम क्या है? क्या नाम है? मनोज। दौड़ के मेरे पास, दौड़ के मेरे यीशु जी। കണ്ടില്ലേ എന്താ ചെക്കന്റെ അവസ്ഥ? കണ്ടുകഴിഞ്ഞാൽ പാവം തോന്നും. ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരു ഗതി വരരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ചെക്കന്റെ മോന്തന്റെ കോലം നോക്കാൻ നിങ്ങൾ വല്ല പട്ടി കടിച്ച പുട്ടുംകുറ്റിന്റെ മാതിരി ഒരു ഭാഗത്തൊക്കെ അങ്ങോട്ട് കോടിയിട്ട് ഞെളിങ്ങിയിട്ട് ഒരു പരിവഹിക്കണേ. എന്നിട്ടങ്ങനെ ഏറ്റിക്കൊണ്ടിരാണ്. വല്ല ഇലക്ട്രിക് കമ്പിമ്പ ഷോക്ക് അടിച്ച് കുടുങ്ങിയ ഒരു കാക്കന്റെ മാതിരി അക്കോലത്തിലാണ് ഏറ്റിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ആ ചെക്കന്റെ മൂർത്താവില് ആ ബ്രദർ കൈ വെച്ചോട് കൂടി ചെക്കന്റെ രോഗം ക്ലിയറായി. എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല, ആ ചെക്കന്റെ കാല് നോക്കുകയാണ് നിങ്ങൾ. ഷേപ്പിലാണ്. എങ്ങനെയാ ചെക്കൻ പാൻറ് ഇട്ടത്? ആ പാൻറിന്റെ ഉള്ളിൽ എങ്ങനെ ഇറങ്ങിയത്? അത് ചിന്തിക്കണോന്ന് ഇത്തരം സദസ്സുകളിൽ പോയി പങ്കെടുക്കുമോ? ആറ്റക്കോയന്റെ സദസ്സിലായാലും ഈ ബ്രദറിന്റെ സദസ്സിലായാലും ഏത് ശൈത്താന്മാരെ സദസ്സിലുള്ള ഇത് ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത ടീമാണല്ലോ. അപ്പൊ എങ്ങനെയാ ചെക്കൻ പാൻറിന്റെ ഉള്ളിൽ ഇറങ്ങിയത്? ഇനി പാൻറിന്റെ ശീലം മേത്തി വെച്ച് കണ്ട് മെഷീൻ്റെ ഉള്ളിൽ കൂടി കയറ്റി ഇറക്കിക്കണ്ട് അങ്ങനെ പാൻറ് അടിച്ചതാ? അതും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൂടായില്ല ടീം. എടോ ഇതിന്റെ ഏലത്തേക്ക് വരും എന്റെ ആറ്റക്കോയന്റെ കറാമത്ത് പറയേ. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കണ്ട ഇത് ഈ സമസ്ത മതത്തിലും ഈ ക്രിസ്ത്യൻ മതത്തിലും മാത്രമാണ്. അല്ല, മറ്റേ മതത്തിലുണ്ട്, ഹിന്ദു മതത്തിലുണ്ട് ഇതുപോലത്തെ ഒരുപാട് സ്വാമിമാരും സന്യാസിമാരും അമ്മമാരും ബാബമാരും ഒക്കെ ഉണ്ട്. ഇതാ ഒരു തള്ള പറട്ടെ. എന്റെ അടുത്ത് വന്നാൽ ഞാൻ പറ്റില്ല. അത് ആരായാലും ഇതൊക്കെ എന്റെ ഭർത്താവിന് തന്നെ അനുഭവം ഉണ്ട്. അവരിവിടെ ഇല്ല, ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നാടി എപ്പോഴേ വന്നേനെ. അവർക്ക് ഇതൊക്കെ മുന്നാടി വിശ്വാസമില്ല. ആ വിശ്വാസം വരാൻ വേണ്ടി അവർക്ക് ആക്സിഡന്റ് നടന്ന് കാല് മുറിച്ച് കളയേണ്ട, വലത്തെ കാല് ഇല്ല മുറിച്ച് കളയേണ്ട അവസ്ഥ വന്ന് ഹോസ്പിറ്റലിൽ സർജറിക്ക് കയറ്റി. ഒരു 10 നിമിഷത്തെ വ്യത്യാസത്തിൽ അവര് മനസ്സ് മാറിയത്. അമ്മേന്ന് അവർ വിളിച്ച് കുറച്ച് നേരത്തേക്കുള്ളിൽ എന്നാന്നറിയില്ല, ഞങ്ങൾ ആരും എതിർപ്പാത്തില്ല. ഈ പറഞ്ഞ ഞാൻ പോലും എതിർപ്പാത്തില്ല. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു ചിന്ന ഒരു മിസ്റ്റേക്ക് ഇருக்கு, വീണ്ടും പോയി MRI എടുത്തിട്ട് വന്ന് പറഞ്ഞു. അപ്പടിയേ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ആ മെഷീൻ ഇങ്ങനെ കൊണ്ടുവന്ന് MRI എടുത്ത് തിരുമ്പി பார்த்தா മേഡം ഓപ്പറേഷൻ പണ്ണ വേണ്ട, കാലെടുത്ത് മാറ്റ വേണ്ട, കമ്പി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഇന്ന് ആ കമ്പി ഇട്ടിട്ടാ പുള്ളിക്കാരന് ഈ ഊരെല്ലാം ചുറ്റുന്നത്. ആ അമ്മയെന്നുള്ള വിളി വന്നില്ലായിരുന്നു പണി കിട്ടിപ്പോയി. കണ്ടിപ്പാ ഇന്ന് എന്റെ ഭർത്താവിന് കാലുണ്ടാവില്ല, ഒരിടത്ത് കിടന്നേനെ. ഈ അഭിമുഖം നടത്തുന്ന ഈ വ്യക്തി ഇതുപോലെയുള്ള ആത്മീയ തട്ടിപ്പുകാരുണ്ടല്ലോ, അമ്മമാരും ബാബമാരും ബീവിമാരും സ്വാമിമാരും തങ്കന്മാരും ആറ്റക്കോയും ആറ്റാത്തക്കോയമാരൊക്കെ ഇതുപോലത്തെ കേന്ദ്രങ്ങളിൽ പോയിട്ട് അഭിമുഖം നടത്തിയിട്ട് അതിന്റെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു ചാനലാണിത്. അപ്പൊ ഇത് തമിഴ്നാട്ടിലാന്ന് തോന്നുന്നു. ഈ തള്ള അമ്മയാണ്, സ്വയം പ്രഖ്യാപിത അമ്മ. പക്ഷെ അമ്മന്റെ ഈ കഴിവില് അമ്മന്റെ കെട്ടിയവൻ തന്നെ വിശ്വാസമില്ലായിരുന്നു. കെട്ടിയവന് നേരിട്ട് അറിയാമല്ലോ അവളൊക്കെ. അപ്പൊ അതിൽ വിശ്വാസമില്ലായിരുന്നു. അപ്പൊ അമ്മ കൊടുത്തൊരു പണി എന്താണ്? ആക്സിഡന്റ് ആയി, കുരുത്തക്കടമുണ്ട്, അമ്മന്റെ കുരുത്തക്കടമുണ്ട്. ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കാലൊക്കെ ചതഞ്ഞരഞ്ഞ് 10 പൈസക്ക് പറ്റാത്ത കോലത്തിലേക്കണോ, ചമ്മന്തി ഉണ്ടാക്കാൻ പോലും ഞാൻ കാലുകൊണ്ട് പറ്റൂല, അതുകൊണ്ട് മുറിച്ചു കളണെന്ന് പറഞ്ഞു. അത് കേട്ടതും ഈ ചങ്ങായി അമ്മേ അറിഞ്ഞൊരൊറ്റ വിളിയാണ്. അപ്പൊ തള്ളന്റെ വിചാരം തള്ളനെ വിളിച്ചതെന്നാണ്. എടോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏതൊരു മനുഷ്യനും അമ്മേ എന്നല്ലാതെ അമ്മായിയെ എന്ന് വിളിക്കോ? ഹിന്ദുക്കളാണെന്ന് വെച്ചാൽ അമ്മയെന്ന് വിളിക്കും, മുസ്ലിങ്ങൾ ചിലർ ഉമ്മ എന്ന് വിളിക്കും, ഒരുവിധ ആൾക്കാർ അള്ളാന്ന് വിളിക്കും, അങ്ങനെയൊക്കെയല്ലേ വിളിക്കുക. അപ്പൊ അമ്മയെ വിളിച്ചപ്പോ ഇതിന് മനസ്സലിവ് തോന്നിയപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടിണിന്റെ 10 നിമിഷം മുൻപ് ഡോക്ടർമാർ പറഞ്ഞു എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ വരട്ടെ, കാല് മുറിച്ച് മാറ്റാൻ വരട്ടെ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒന്നും കൂടി MRI എടുക്കാന്ന്. ഓപ്പറേഷൻ ചെയ്ത് കാല് മുറിച്ചു മാറ്റാൻ മാത്രമുള്ള അവസ്ഥയിൽ ചതഞ്ഞരിഞ്ഞൊരു കാല് ഇനി MRI അല്ല, MRIന്റെ അമ്മായിനെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും ഡോക്ടർമാർ പറഞ്ഞു MRI എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇനി ഓപ്പറേഷൻ ചെയ്തിട്ട് കാല് ഒഴിവാക്കേണ്ട കാര്യമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്നിട്ട് ഡോക്ടർമാർ തളനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഓപ്പറേഷൻ പണ്ണ വേണ്ട, ഇനി ഞങ്ങൾ ഓപ്പറേഷൻ പണ്ണേണ്ട കാര്യമില്ല, അമ്മന്റെ പണ്ണൽ തന്നെ ഏറ്റിട്ടുണ്ട്.
അങ്ങനെ സുഖമായി. പിന്നെ ആ ഭർത്താവ് തള്ളന്റെ അടിമയായിട്ട് മാറിയെന്നാണ് ഇപ്പോൾ ഈ തള്ളച്ചിന്റെ തള്ളല്. മനസ്സിലായോ? ഈ തള്ളന്റെ തള്ളല് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ബാക്കിന്നൊരു കോഴിയൊക്കെ കൂവുണ്ട്. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. കോഴിക്കിപ്പോ അങ്ങനെ കൂവാനല്ലേ പറ്റുള്ളൂ, മനുഷ്യന്മാർ കൂവണാരും കൂവാൻ പറ്റുമല്ലോ. ഇരിക്കട്ടെ. അപ്പൊ ഇത് എല്ലാ സമുദായത്തിലുണ്ട് ഈ ആത്മീയ ചൂഷകര്. എനിക്ക് സത്യത്തിൽ ഈ ക്ലിപ്പൊക്കെ ഇടാൻ പേടിയാണ്. കാരണം ഈ സമസ്തന്റെ കൗമ അനുയായികൾ നാളെ അങ്ങോട്ടും പോകും. അവിടെ മാറ്റി കൊടുക്കേണ്ട അസുഖം അങ്ങോട്ട് പോയി തന്നെ. അങ്ങനെയാണല്ലോ ഇറ്റിങ്ങൾ പാച്ചിലോട് കുറെ ബായാർത്ഥങ്ങൾ എടുത്തേക്ക് പായും, കുറെ അജ്മീർക്ക് പായും, കുറെ ഏർവാടിക്ക് പായും, കുറെ മുത്തുപ്പേട്ടക്ക് പായും, കുറെ മടവൂരിന്റെ അടുത്തേക്ക് പായും, കുറെ മമ്പർത്തങ്ങളുടെ അടുത്തേക്ക് പായും, പിന്നെ ആറ്റക്കോയിന്റെ അടുത്തേക്ക് പായും, ആറ്റാത്തക്കോയിന്റെ അടുത്തേക്ക് പായും. എന്തിനാടോ എല്ലാ അസുഖം മാറുന്ന ഒരു കേന്ദ്രം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മടവൂരാണെങ്കിലും മമ്പറാണെങ്കിലും ഏർവാട് ആണെങ്കിലും അജ്മീറാണെങ്കിലും മുത്തുപ്പേട്ടയാണെങ്കിലും അവിടെയൊക്കെ പോയാൽ നിങ്ങൾ എല്ലാ അസുഖവും മാറുമെങ്കിൽ പിന്നെ എന്തിനാടോ നിങ്ങളിങ്ങനെ നൂറുകണക്കിന് കേന്ദ്രങ്ങൾ, ആത്മീയ കേന്ദ്രങ്ങൾ ഓരോ തങ്ങന്മാരും തമ്പുരാക്കന്മാരും പേരിൽ ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് എന്തിനാ? ഏത് ഓരോരുത്തർക്ക് പോയാൽ പോരെ? അപ്പൊ ഇത് ബിസിനസ്സാണ് സുഹൃത്തുക്കളെ. എത്രയധികം പ്രൊമോട്ട് ചെയ്യുന്നോ അത്രയധികം ആളുകൾ അവിടെ എത്തും. അത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ ആറ്റക്കോയ കുറേ മുത്തുമണികളെ ഓന്റെ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായി നിശ്ചയിച്ചിട്ടുണ്ട്. ഓൾക്ക് മാസക്കൂലിയാണോ ദിവസക്കൂലിയാണെന്ന് അറിയില്ല. പിന്നെ കുറെ പാതിരിമാർ, ഇതുപോലെ ഫൈസിമാരും മഹല്ല് ഖത്തീബുമാരും ഒരുപാട് ആൾക്കാരും എന്റെ ഓശാരം പറ്റിയിട്ട് ഇതിന്റെ പ്രൊമോട്ടർമാരായി മഹല്ലുകളിൽ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് പുരോഹിത പിശാചുക്കൾ നിറഞ്ഞതാണ് ഈ സമസ്ത എന്ന പിന്തിരിപ്പൻ കൂടാരം. മനസ്സിലായോ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ? ഇത് നമ്മൾ പറയുമ്പോ വഹാബി അസൂയോണ്ട് പറയാണ്, വഹാബി വെറുതെ പറയാണ്, ഇതൊക്കെ ഉള്ളത് തന്നെയാണ് നിങ്ങൾ പറയും. ഇതൊക്കെ ഈ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്, നമ്മളെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയും. അല്ല, പലതും തട്ടിപ്പുകളാണ്. ഇത് ഞങ്ങൾ പറയല്ല, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ തന്നെ പറയട്ടെ. ഞാൻ ഓർക്കട്ടെ, ഒറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴിത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? ഈ കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? സ്വലാത്ത് നഗർ ഫസ്റ്റ് ആരംഭിച്ച തൃശ്ശൂർ ജില്ലയിൽ ഈ കൂലിക്കുഴിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആള് കൂടി വന്നു. ഇങ്ങനത്തെ കറാമത്താ, ഇമ്മാതിരി കറാമത്ത്. എങ്ങനെ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാര്. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയും 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്നിരിക്കും. ഇയാളെങ്ങനെ കൊക്കുചാടി വരിക? നാടകത്തിൽ അഭിനയിക്കുന്ന ആൾ വിദഗ്ധന 2000 രൂപ കിട്ടുന്ന കാര്യല്ലേ? ആൾ അംഗവൈകല്യത്തുള്ള മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിൽ കൂടി ദുആക്ക് പങ്കെടുത്തു. അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന അസുഖാകാം. ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആ കഴിഞ്ഞപ്പോ ഇയാളെ കാലിന് നേരെയായി ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു 100 ശുക്ർ. നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോട് കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹൽ നിന്ന് പുറത്താക്കി സ്വലാത്തിന്റെ പേരിലുള്ള ചൂഷണം. എന്താ സംഭവം? ഇങ്ങനെ സ്വലാത്തിന്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ ആത്മീയ തട്ടിപ്പുകാരെ പിടിച്ചിട്ട് മഹലിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് എവിടെ നിങ്ങളെ മഹല്ല് കാര്യാവൂലേ? മഹല്ലിൽ പിന്നെ ആൾക്കാരുണ്ടാവോ? ഏത് മഹല്ല ഇതിൽ നിന്ന് മുക്തം? ഞാൻ വരുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ഈ സ്വലാത്ത് ഇവിടെ ആദ്യം തുടങ്ങിയ വിദ്വാൻമാരിൽ പെട്ട ഒരാളാണ് ഈ കൂരിക്കുഴി തങ്ങള്. കേട്ടിട്ടില്ലേ? തങ്ങളെ ഞങ്ങളെ കാക്കണേ, തങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന തങ്ങളെ, സ്വർഗം കൊടുക്കുന്ന തങ്ങളെ, തങ്ങളെ 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 എന്നും പറഞ്ഞിട്ട് ഒരുത്തനും കുറെ ചാവാരികളും ചുറ്റും കൂടി നിന്നിട്ട് ഇങ്ങനെ ആർത്തട്ടസിക്കുന്ന ക്ലിപ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഓടിയതാണ്. അതാണ് കൂരിക്കോയി തങ്ങള്. അപ്പോ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു നടനെ 2000 ഉറുപ്പ്യം കൊടുത്തിട്ട് അംഗവൈകല്യമുള്ള ആളെ പോലെ കയ്യും കാലൊക്കെ മടക്കിയിട്ട് കൊടുത്തിട്ട് സദസ്സിലിരുത്തുക. എന്നിട്ട് സ്വലാത്തിന്റെ ആ പോരിച്ചുകൊണ്ട് പോയി എണീറ്റ് ഓടുക. കണ്ടില്ലേ, ഇതാ അനുഭവ സാക്ഷ്യം. നമ്മുടെ സ്വലാത്തിൽ പങ്കെടുത്ത ഒരാള്, ഒരു വികലാംഗൻ, ജന്മനാ വികലാംഗനായ ഒരാള് അതാ എണീറ്റ് ഓടുന്നു. ഇത് ആരാണ് ഈ പറയണത്? കഴിഞ്ഞിട്ടില്ല, ഇനി വേറെ മുസ്ലിയാർ പറയട്ടെ. ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിവിടെ വിജയിക്കണമെങ്കിൽ ഇത് നടക്കണം എന്നല്ലാതെ അവർക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടായിട്ടോ എന്നറിയില്ല. അവർക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇഖ്ലാസും ഇല്ല, ഒരു ഇഖ്ലാസും ഇല്ല, തീരെയില്ല. ഇഖ്ലാസിന്റെ തരുമ്പ് പോലുമില്ല. ഇവിടെ ഇങ്ങനെ ആദ്യം തന്നെ പൈസ കൊടുത്തിട്ടൊക്കെ ആളെ ഏൽപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ ദ്വായിൽ 10000 രൂപ സംഭാവന നൽകിയിരുന്ന ആളുടെ ചൊക്കേട് സുഖമായില്ലേ? ഓ ആയിട്ടുണ്ട് എന്ന് അപ്പുറത്ത് വിളിച്ചു പറയാം. ആയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ ആളെ ഏൽപ്പിക്കുക പൈസ. അപ്പൊ റെഡിയായല്ലോ. ഇതാണ് കറാമത്ത്. ഇങ്ങനെ ഈ രീതിയിലുള്ള കറാമോ ആയിട്ടുണ്ട്, സുഖമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പൈസ. ഇങ്ങനെ ഒരു ചൂഷക വർഗം തനി ചൂഷണം ചെയ്യാനായിട്ട് അങ്ങനെ സ്വലാത്തും സിക്റും വഅളും ഡ്രസ്സിങ്ങും മുഴുവനും ചൂഷണത്തിന് വേണ്ടി മാത്രം ഇവർ വിനിയോഗിച്ചു. എടോ കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായില്ലടോ കേരളത്തിൽ സലഫികൾ ഇത് പറയാൻ തുടങ്ങിയിട്ട്.
ഇവിടെ ഈ സ്വലാത്തിന്റെ പേരിൽ, ദിക്റിന്റെ പേരിൽ, ഈ ആത്മീയ സഭകളുടെ പേരിൽ നടക്കുന്നത് തട്ടിപ്പാണെന്ന് പറയാൻ തുടങ്ങിയപ്പോ നിങ്ങൾ ഞങ്ങളെ പേരിൽ ചാർത്തിയ മുദ്രകൾ എന്തൊക്കെ, ഞങ്ങൾക്കിട്ട പേരുകൾ എന്തൊക്കെ? സ്വലാത്ത് വിരോധികൾ, ദുആ വിരോധികൾ, മന്ത്രവിരോധികൾ, ആത്മീയ വിരോധികൾ, സലഫികൾ യുക്തിവാദികളാണ്. ഓർക്ക് കറാമത്തിൽ വിശ്വാസമല്ല, മുഅ്ജിസത്തിൽ വിശ്വാസമല്ല, സ്വലാത്തിൽ വിശ്വാസമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിച്ച ആളുകളല്ലോ നിങ്ങള്. ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിച്ചില്ല അല്ലാഹ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞത്? നിങ്ങൾക്ക് ഇതിൽ ആത്മാർത്ഥം ഉണ്ടായിട്ട് പറഞ്ഞതാ? അങ്ങനെ ചോദിക്കും ചില ആൾക്കാർ. ഞങ്ങൾ ഉസ്താദുമാർ ഇതിനൊക്കെ എതിർത്തിട്ടില്ലേ? ഈ എതിർപ്പ് കേവലം ബാലിശം മാത്രമാണ്, കേവലം പ്രാസ്ഥാനിക വിരോധം മാത്രമാണ്. ഈ പറയണതൊക്കെ EK ഗ്രൂപ്പിലെ പണ്ഡിതന്മാര്, AP ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ നടത്തിയ സ്വലാത്ത് കച്ചവടത്തിനെ കുറിച്ചായി പറയണത്. ഇപ്പൊ ആറ്റക്കോയന്റെ പങ്കുപറ്റികളാണ് ഇവരുടെ മഹലിൽപ്പെട്ട പല ആളുകളും, ഈ സമസ്തയുടെ പല പുരോഹിതന്മാരും, പല മഹല്ല് ഖത്തീബുമാരും, പല ഉസ്താദുമാരും, ഈ ആറ്റക്കോയയുടെ കൂടെ വേദി പങ്കിടുന്നവരും അവന്റെ സാമ്പത്തികം പറ്റിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നവരുമാണ് പല മദ്രസ കമ്മിറ്റിക്കാരും, പല പള്ളി കമ്മിറ്റിക്കാരും. അത് ആറ്റക്കോയനെ പറയുന്ന ക്ലിപ്പിന്റെ കയ്യിലുണ്ട്, ദൈർഘ്യം എന്നിട്ട് ഞാൻ ഇടാതിരിക്കുകയാണ്. നിങ്ങൾ ഇതിനെ എതിർത്തിട്ടുണ്ടെന്നോ? ഈ ആറ്റക്കോയന്റെ കൂടെ വേദി പങ്കിടുന്ന ആളുകളല്ലേ നിങ്ങളെ സമസ്തന്റെ ജിഫിരി മുത്തുക്കോയ അടക്കമുള്ള ആൾക്കാര്? ആറ്റക്കോയും മുത്തുക്കോയും രണ്ട് കോയമാരും കൂടിയിട്ടല്ലേ ഈ സമുദായത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇതിന് കൈ കഴുകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇതിന് പിന്മാറാൻ പറ്റുമോ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഈ സമുദായത്തെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദികൾ ഒന്നാമത്തെ പ്രതി സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനം, അതിന്റെ പുരോഹിതന്മാരുമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നിഷേധിക്ക്, തെളിവ് 100 അമീർ പൊട്ടിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, പിന്നെ ഇവന്മാരെ അനുയായികളും ഇവരാളുകളും ഇതിന്റെ പ്രൊമോട്ടർമാരും സ്ഥിരമായിട്ട് പറയുന്ന ഒരു സംഗതിയാണ് എന്താ പറയുക, എത്ര യത്തീമക്കളെയാണ് ഇയാൾ പോറ്റുന്നത്, എത്ര യത്തീമക്കളെ ഇയാൾ കല്യാണം നടത്തി കൊടുക്കുന്നു. അതാണ് ഇപ്പൊ വേറൊരു തുരുപ്പ് ചീട്ട്. യത്തീമക്കളെ വെച്ചിട്ടുള്ള പോലെ എല്ലാ കാലത്തും ഈ കളി കളിക്കലേ. അപ്പൊ ആറ്റക്കോയി ഇതുപോലെ തന്നെയാണ്, കുറെ യത്തീമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെ കൊടുക്കുന്നുണ്ട്? ഓന്റെ തറവാട്ട് വക ഒരു 50 ഏക്കർ സ്ഥലം വിറ്റിട്ടാണോ? അല്ല, സമുദായം പൈസ ചാക്കിൽ കെട്ടിക്കൊണ്ടേ കൊടുക്കുന്നതാണ്. അത് 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ 50 കോടി ഇനി ചെലവാക്കും. അങ്ങനെ യത്തീമക്കളെ കെട്ടിക്കാനുള്ള ആ സംരംഭത്തിലേക്ക് ഇവൻ എത്താൻ കാരണം എന്താ അറിയോ? ഒരു കരളലിയിപ്പിക്കുന്ന ഒരു കഥ ഉണ്ട്, കേട്ടോളി. അറിയോ, ഞാൻ ഏറ്റെടുത്ത 100 എത്തീമക്കൾ എനിക്കറിയോ? കേൾക്കണോ നിങ്ങൾ? ഞാൻ ഏറ്റെടുത്ത 100ഓളം എത്തീമക്കൾ 30 വയസ്സ് താഴെ പ്രായമുള്ള പെൺകുട്ടികളാ. എന്നോട് പറയാ, കഴിഞ്ഞ റമളാൻ മാസത്തിൽ എന്റെ കുട്ടിക്ക് കുപ്പായില്ലായിട്ട് ഒരു മുതലാളിന്റെ വീട്ടിൽ പോയിട്ട് സക്കാത്ത് ചോദിച്ചപ്പോ, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും കുപ്പായ എടുക്കാനേ മുതലാളിയോട് ചോദിക്കാൻ, സക്കാത്ത് കൊടുക്കുമ്പോ എന്റെ കുട്ടികൾക്ക് കുപ്പായ എടുക്കാൻ എന്തെങ്കിലും തെളിയിച്ചപ്പോ ഓൻ പറയാത്തത്, ഇജന്റെ ഫോൺ നമ്പർ കൊണ്ടാ, അന്നേം കുട്ടികളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇജന്റെ കൂടെ നിന്നാ മതി. അവയെ ഇസ്സത്ത് പണയം വെക്കുന്ന ഒരു അവസ്ഥ വരുത്തല്ലോ റബ്ബേ. പെണ്ണുങ്ങൾ ചോദിക്കണം. അറിയോ, 77 മക്കള് കെട്ടിക്കള. കാരണം എന്താ? ഒരു മോള് തന്റെ മകളെ കെട്ടിക്ക 27 വയസ്സായി, 3 പെൺകുട്ടികളാ. മഹല്ല് കമ്മിറ്റി വീട് വെച്ച് കൊടുത്തു, പുരപ്പണി പൂർത്തിയായിട്ടില്ല. ഇനി അതിന്റെ ഇടക്ക് കുട്ടികളെ കെട്ടിച്ചാൽ നമ്മൾ ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ മക്കൾ വഴിതെറ്റിപ്പോകാൻ തീരും, ഇങ്ങനെ പോവുക. കുട്ടികൾ കല്യാണം വരുന്ന ഒരു കമ്മല് പോലും എന്തില്ല, മക്കളെ കാതിലില്ല. ആ മക്കള് കെട്ടിക്കാൻ വേണ്ടി ഒരു മുതലാളിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മുതലാളി കുട്ടികൾക്ക് ഇങ്ങനെ പ്രായമായി, ഒരു 1-2 പവൻ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളെ കെട്ടിക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ മുതലാളി പറയാണ്, നിന്റെ മക്കളെ ഞാൻ കെട്ടിക്കാം, പക്ഷേ എന്റെ കൂടെ കോഴിക്കോടിനെ കറങ്ങാൻ വരണം. നല്ല ഈമാളെ പെണ്ണ, പോടാ ഇവിടുന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. അങ്ങനെ കരഞ്ഞു വരുന്നതിന്റെ ഇടയില് ഒരു വീടിന്റെ മുറ്റത്ത് ഒരു ഉമ്മ നിൽക്കുന്നുണ്ട്. എന്താ മോളെ കരീന? ഉമ്മ, ഞാനിങ്ങനെ കുട്ടിനെ കെട്ടിക്കേണ്ട അവസ്ഥയായിട്ട് ഒരാളത്ത് പോയപ്പോ ഓന്റെ കൂടെ കറങ്ങാൻ ചെല്ലാനാ പറഞ്ഞു. ആ ഉമ്മ ഫർദിട്ടോ, ഉമ്മാന്റെ കുട്ടി അവിടെ നിൽക്ക്, ഫർദ് നിർത്തിയാൽ എന്തിനാ ആവശ്യം ഫർദ് ഇട്ടിട്ട് ആ ഉമ്മ നേരെ വന്നത് നേരെ കുറക്കാടിന്റെ മുറ്റത്താ. എന്നോട് പറഞ്ഞു, എന്നോട് എന്റെ ഉമ്മമാരാ, നൂറെ ഹബീബിന്റെ ഉമ്മമാരെന്റെ ഉമ്മമാർ എന്നോട് പറയാ, മോനെ ഈ കുട്ടിനെ കെട്ടി, കുട്ടിന്റെ മക്കളുണ്ട്, വലിയ വിഷമത്തില, കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട, ഈ മക്കളെ കെട്ടിച്ചു വിടുന്നു. അങ്ങനെ ആ മോൾ എന്നോട് കാര്യങ്ങളൊക്കെ വിവരിച്ചു. അന്ന് മുതൽ ഞാൻ മക്കളെ കെട്ടിക്കാൻ തുടങ്ങി. കേരളത്തിലെ യത്തീമക്കളായ പെൺകുട്ടികള് ആരും നോക്കാനില്ലാതെ താങ്ങും തണലുമില്ലാതെ പൊരിവയലത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴപ്പം പോയി ഏറ്റെടുത്തത്. നിങ്ങൾക്കറിയോ ഞാൻ ഓല ഏറ്റെടുക്കാനുള്ള കാരണം? പാച്ചാന്നോണ പറയണ ഈ ശൈത്താന്. എന്തെല്ലാം ദുരാരോപണങ്ങളാ നീ പറയണത് അറിയോ? ഇപ്പം പറയണത് ചിന്തിച്ചു നോക്കാൻ നിങ്ങൾ. ഏതോ ഒരു മഹലിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു യത്തീം കുട്ടിക്ക് പരിശുദ്ധ റമളാൻ മാസത്തിൽ ഇടാൻ ഡ്രസ്സില്ലായിട്ട് ആ കുട്ടിന്റെ ഉമ്മ ആ നാട്ടിലുള്ള ഒരു കാര്യപ്പെട്ട ഒരു മുതലാളിന്റെ അടുത്ത് റമളാൻ മാസത്തിൽ പോയത്രേ, സക്കാത്തിന്റെ പൈസ എന്തെങ്കിലും തരണം, എന്റെ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങാനില്ല. അപ്പൊ പറയാണ്, അന്യ എന്റെ കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, ഇതിന്റെ കൂടെ ഒന്ന് നിൽക്കണം സ്റ്റെപ്പിനായിട്ട്, എനിക്ക് ആവശ്യമുള്ളടത്തൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇവിടെ സമുദായത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പലവൻ ചെയ്യണത്. അങ്ങനെ പറയുന്നൊരു മുസ്ലിം ഈ പരിശുദ്ധ റമളാനിൽ ഉണ്ടാവുമോ?
എന്താ നിങ്ങൾ ഈ പറയണത്? ഏത് തമ്മാടിയും ഓന്റെ എല്ലാ തമ്മാടിത്തും നിർത്തിയിട്ട് പള്ളിയിൽ കയറുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസേ ഒരു മഹലിന്ന് ഒരു എത്തിയും കുട്ടിക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് മോലാലിന്റെ അടുത്ത് പോയപ്പോ അന്നെ ഞാൻ നോക്കിക്കോളാം, അതിനുള്ള പ്രത്യുപകാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വേശ്യാവൃത്തിക്ക് വിളിച്ചു എന്നാണ് അവൻ പറയണത്. കഴിഞ്ഞില്ല, വേറെ എത്തിയും കുട്ടി 10-20 വയസ്സായിട്ടും കെട്ടിക്കാനുള്ള ഗതിയില്ല. അങ്ങനെ വേറെ മോലാലിന്റെ അടുത്ത് പോയപ്പോഴും പറഞ്ഞത് എന്റെ കൂടെ കറങ്ങാൻ പോന്നു കഴിഞ്ഞാല് എന്റെ കുട്ടികളക്കാരെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പൊ സമുദായത്തിലെ മാന്യന്മാരായ മുതലാളിമാരായ മഹലിൽപ്പെട്ട ആൾക്കാരൊക്കെ വേസ്റ്റ്. ഒരു പെണ്ണുമുടിയന്മാര്, ഒരു തൊമ്മാടികള്, ഇവനോ ഇപ്പൊ മുന്തിയ ചരക്ക് ഇവന്റെ അടുത്തേക്കാണ് ഈ വരുന്നത്. സമുദായത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ട് വേണോ നിനക്ക് നിന്റെ വ്യവസായം പൊടിപൊടിക്കാൻ ആറ്റക്കോയെ? അല്ലെങ്കിൽ പറ, ഏത് മുതലാളിയോടോ അങ്ങനെ പറഞ്ഞത്? ഏത് പെണ്ണിനോടാ അത് പറഞ്ഞത്? ഇവിടെ നിയമല്ലേ, നിയമം കൈകാര്യം ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. എന്താ നിങ്ങൾ ഈ പറയണത്? പരിശുദ്ധ റമദാനിൽ വേശ്യാവൃത്തിക്ക് ഒരു പാവപ്പെട്ട എത്തിയും കുട്ടിനെ നിയമം നിർബന്ധിക്കേ? അങ്ങനത്തെ ഒരു തമ്മാടി ഉണ്ടോ ഈ മുസ്ലിം സമുദായത്തിൽ? ഉണ്ടെങ്കിൽ ഒന്ന് കാണണല്ലോ ഞങ്ങൾക്ക്. ഒന്നിന് എത്തിയും കുട്ടികളെ കെട്ടിക്കാൻ ഗതിയിലേറ്റ് ഏത് കാലത്തോടോ ജി പറയണത്? ഇവിടെ പെണ്ണായി പറഞ്ഞാൽ മതി, പെൺകുട്ടിനെ തന്നാളി എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയൊക്കെ പൊടിമരുള്ള കാലാണിത്. മനസ്സിലായോ? അല്ല, പെൺകുട്ടിയുടെ മേത്ത് 10 പവൻ സ്വർണം വേണം, 5 പവൻ സ്വർണം വേണം എന്ന് ഡിമാൻഡ് വെക്കുന്ന ഒരു ആൺകുട്ടി ഇന്ന് കേരളത്തിൽ മുസ്ലിം സമുദായത്തിലില്ല. അപ്പൊ ഇവനക്ക് ഇതൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പൊലിപ്പിച്ചാലല്ലേ ഇവന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ പൈസ നിറയുള്ളൂ. അതിനും വേണ്ടിയുള്ള പച്ച കളവുകളാണ് ഇവൻ ഈ പൊലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പോലെ ഗജ ഫ്രോഡ്. ഇത് ഞാൻ പറയല്ല, ഇവിടുത്തെ മീഡിയകൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടോളി. ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു തട്ടിപ്പുകാരനെ കുറിച്ച് നിരവധി പ്രേക്ഷകർ ഞങ്ങളെ വിവരം അറിയിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് ആത്മീയത വിറ്റുകാശാക്കുന്ന ഇസ്ലാം മതവിശ്വാസികളെ പറ്റിക്കുന്ന വിധത്തിൽ നിരവധി ദുരൂഹമായ ഇടപാടുകൾ നടത്തുന്ന ഒരുവനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർ വിവരം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തി. അതിൽ ഈ വ്യക്തി ഒരു ഗജ ഫ്രോഡാണ് എന്ന ആരോപണം ശരിവെക്കുന്ന വിധത്തിൽ പല തെളിവുകളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഹമീദ് എന്ന ആധാർ കാർഡിൽ പേരുള്ള ഇയാൾ സ്വയം വിളിക്കുന്നതും ഒപ്പമുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുന്നതും ഹക്കീം സയ്യിദ് ഹമീദ് ആറ്റക്കോയ തങ്ങൾ എന്നാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ, പാവപ്പെട്ട ദരിദ്രരായ അനാഥരായ പാവം പിഞ്ചു കുഞ്ഞുങ്ങളെ വെച്ച് സ്വന്തം കീശയും പള്ളയും വീർപ്പിക്കുന്ന ഒരാളാണ് ആറ്റക്കോയ തങ്ങൾ എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട്. നോക്കുക, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ അണിനിരത്തി പ്രദർശന വസ്തുക്കളാക്കി നിർത്തിയിട്ട് ഇയാൾ പറയുകയാണ്, ഇവരെ നിങ്ങൾ സഹായിക്കണം, ഇവർക്ക് വേണ്ടി എനിക്ക് പണം നൽകണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് പണം ഏൽപ്പിക്കൂ, ഞാൻ ഇവരെ നോക്കിക്കോളാം. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? സ്വാഭാവികമായിട്ടും ഇയാൾ ഈ കിട്ടുന്ന പൈസ മുഴുവൻ ഈ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി പൂർണ്ണമായും ചെലവാക്കുന്നു. ഭക്ഷണം കഴിക്കാനും വസ്ത്രം മാറാനും അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാനും ചെറിയ അത്യാവശ്യം ചില്ലറ കാര്യങ്ങൾക്കുമൊക്കെ ഇയാളെ മറ്റുള്ളവർ സഹായിക്കുന്നു. ആ പണത്തിൽ നിന്ന് ഇയാൾ എടുക്കുന്നു. വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു ചാരിറ്റി ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇയാളെ കുട്ടികളെയൊക്കെ കാണിച്ച് പിരിക്കുന്ന പൈസ കൊണ്ട് കോടികളുടെ ഭൂമിയും വസ്തുവും ഒക്കെ വാങ്ങിക്കൂട്ടുകയാണ്. അതിന്റെ വ്യക്തമായ തെളിവുകൾ ഇയാൾ തന്നെ അത് തുറന്ന് സമ്മതിക്കുന്നതിന്റെ വീഡിയോ ഒന്ന് കാണുക. കഴിഞ്ഞ വർഷം നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ പൈസ ബാക്കിയുണ്ടായിരുന്നു. എന്റെ നൂറ് ഹബീബിന്റെ മുത്തുമണിയോട് പറയണം, 3.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. 3.5 ഏക്കർ സ്ഥലം. അപ്പൊ ആ 3.5 ഏക്കർ സ്ഥലം എന്നോട് പറഞ്ഞിട്ടില്ല, പൈസ എടുത്തേക്കാൻ പറ്റില്ല, ചതുർച്ച് പോയാലും. അത് 3.5 ഏക്കർ സ്ഥലം നൂറെ ഹബീബിന്റെ മുത്തുമണിക്ക് ഏകദേശം 2 കോടി റുപ്യ. നോക്കുക, ഒരു വെറും ഹമീദ്, ഹക്കീം സയ്യിദ് ഹമീദ് ആറ്റക്കോയ തങ്ങൾ എന്ന് വിളിപ്പേരുള്ള ഒരാൾ, ഇയാൾ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ബാക്കി വന്നിട്ടുണ്ട്, അത് നമ്മൾ വെറുതെ മൂടി വെച്ചിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പൈസ ദ്രവിച്ചു പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ സ്ഥലം അങ്ങ് വാങ്ങിയെന്നാണ് പറയുന്നതായിട്ട് വിചാരിക്കും ഇയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ്. ഈ പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ നിരത്തി തെണ്ടി വാങ്ങുന്ന പൈസ ആളുകളോട് ഈ കുട്ടികളെ കാണിച്ച് സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുന്ന പൈസ വെച്ചിട്ട് ഇയാൾ കാണിക്കുന്ന എന്താ? സ്ഥലം വാങ്ങുക, അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങുക, ഇങ്ങനെയുള്ള പരിപാടികളാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആത്മീയതയുടെയും ചാരിറ്റിയുടെയും മറവിലുള്ള തട്ടിപ്പെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇതാണ് കാര്യം. ഞാൻ വിശദീകരിക്കണം രീതിയിൽ. ഇത് പൊതുസമൂഹത്തിന് അറിയുന്ന വസ്തുതയാണ്. പക്ഷെ എങ്ങനെ ആയാലും കുഴപ്പമില്ല, സ്വലാത്ത് മജ്ലിസ് അല്ലേ, ദിക്ർ മജ്ലിസ് അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ കൗമ്, ഈ തലച്ചോറില്ലാത്ത സമുദായം ഇവന്റെയൊക്കെ കാൽച്ചുവട്ടിൽ പോയി ചുരുണ്ടുകൂടി കിടക്കുന്നത്. ഈ സ്വലാത്ത് മജ്ലിസിന്റെ പേരിലാണ്, ഈ ദുആ സമ്മേളനങ്ങളുടെ പേരിലാണ്, ആത്മീയ മജ്ലിസുകളുടെ പേരിലാണ് ഇവർ എല്ലാ കാലത്തും സമുദായത്തെ പഴപ്പിച്ചിട്ടുള്ളതും സമുദായത്തിന്റെ ഈമാനും സമ്പത്തും ചാരിത്രവുമെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുള്ളതും. ഇത് നമ്മൾ മാത്രം പറയില്ല, ഗതികേട് കൊണ്ട് പ്രതികരിക്കാൻ നിർബന്ധിതരായ ആളുകൾ പലരുണ്ട്. വരട്ടെ എപിക്കാരുടെ വായാടി ഹാരിസ് മദനി. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ആ നൂറെ ഹബീബ് എന്ന് പറയുന്ന മജ്ലിസ് നടത്തുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങൾ
അദ്ദേഹത്തിന്റെ സഹോദരനും ഒരു മജ്ലിസ് നടത്തുന്നുണ്ട് അത്രേ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരെണ്ണം നന്നായിട്ട് ബിസിനസ് ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ, വരുമാനം ഇങ്ങനെ കൂടുമ്പോൾ മറ്റൊരാളും പരീക്ഷിച്ചു നോക്കുന്നതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കുറ്റമൊന്നും പറയാൻ പറ്റൂല. കാരണം എന്താ അറിയോ, നിങ്ങൾ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോ 4 വിരൽ ഇപ്പുറത്തേക്ക് വരും. കാരണം എന്താ, ഈ സ്വലാത്ത് മജ്ലിസും ഈ ദുആ സമ്മേളനവും സമുദായത്തിൽ വെത്തിട്ടത് ഈ ഹാരിസ് മദനിന്റെ ആത്മീയ നേതാക്കളാ. ഇബ്രാഹിം ഖലീൽ ബുഖാരി, കൂരിക്കുഴിത്തങ്ങള്, ബായാർത്തങ്ങള്, ഇവന്മാരൊക്കെയാണ് തുടക്കട്ടത്. ഇത് ബിസിനസ് അങ്ങനെ കൊഴുക്കുമ്പോ തരക്കടില്ലല്ലോ. ഇത് ബിസിനസ്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ബിസിനസ്സാണല്ലോ. പ്രത്യേകിച്ച് ഇതിന് അറിവും വേണ്ട, വിവരം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, വിശുദ്ധിയും വേണ്ട, ഒന്നും വേണ്ട. ഒരു കോലം കെട്ടിട്ട് സമുദായത്തിന് മുമ്പിൽ നിന്നാ മതി എന്ന് വിചാരിച്ചിട്ട് ആറ്റക്കോയമാരും ഓന്റെ അനിയന്മാരും അളിയന്മാരും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങും. നിങ്ങളങ്ങനെ ആറ്റക്കോയനെ കുറ്റം പറയാ? ഈ ബിസിനസ്സിന് ആരാ അവിടെ ചുക്കാൻ പിടിച്ചത്? ആരാ അതിന് തറക്കല്ലിട്ടത്? ഇവിടുത്തെ കാന്തപുരം വിഭാഗത്തിന്റെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളും തങ്ങന്മാരും ഓലാണ് ഇതിലെ പ്രതികള്. ഇവർ പറയണത് എന്താണെന്നറിയോ? തങ്ങന്മാരായാ മതി, ഓലിഞ്ഞ് എങ്ങനെ ജീവിച്ചാലും എങ്ങനെ കോലം കെട്ടിയാലും എന്ത് നമ്മാടുത്തം ചെയ്താലും ഓലെ കുറ്റം പറയാൻ പാടില്ല, ഓലെ മൂട്ടിലെങ്ങനെ നടക്കണം. കാരണം എന്താ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളല്ലേ തങ്ങന്മാര്. ഓലിഞ്ഞ് എങ്ങനെ നടന്നാലും എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നാണ് പകരയിലെ പടുജാഹിലിന്റെ കണ്ടുപിടുത്തം. കേട്ടോളി. സാദാത്തുക്കൾ തമ്മിൽ വലിയ കടപ്പാടുണ്ട്. അവർ റസൂലുള്ളാഹിന്റെ മക്കളാണ് രണ്ടുപേരും. അത് സാദാത്തുക്കളിൽ സ്ത്രീകൾക്ക് ആ ബഹുമാനം നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ നല്ലപോലെ വെച്ചു കൊടുക്കാത്തൊരവസ്ഥയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഉമ്മമാരെ, എല്ലാ സാദാത്തുക്കൾക്കും സെയ്ദിൽ പിറന്ന എല്ലാ കുട്ടികൾക്കും, ആണായാലും പെണ്ണായാലും, ശരിക്ക് ഡ്രസ്സ് ധരിക്കുന്നവരായാലും, മോടി കുട്ടി നടക്കുന്നവരായിരുന്നാലും, അലങ്കാരപതികളായി നടക്കുന്നവരായിരുന്നാലും, പാന്റും കുപ്പായക്കെട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നവരായിരുന്നാലും, എങ്ങനായിരുന്നാലും അള്ളാന്റെ റസൂലിന്റെ മക്കൾ, ഈ ഒരു ബഹുമാനം അവരിൽ നിന്ന് പോകുന്നില്ല. അത് അവരെടുത്ത് മാറ്റിയാലും പോകുന്നില്ല. അത് വളരെ ബഹുമാനമുള്ള വലിയൊരു ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഒരു സമുദായത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. സാദാത്തുക്കളായാ മതി, തങ്ങന്മാരായാ മതി, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളല്ലേ, ഓലിഞ്ഞ് എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, അടിച്ചു പൊളിച്ച് ഡ്രസ് ഇട്ടിടന്നാലും കുഴപ്പമില്ല, പാന്റ് ഇട്ടിടന്നാലും കുഴപ്പമില്ല, ജീൻസ് ഇട്ടിടന്നാലും കുഴപ്പമില്ല, ട്രൗസർ ഇട്ടിടന്നാലും കുഴപ്പമില്ല. ഇനി ബീവിമാരുണ്ടല്ലോ തങ്ങന്മാരെ പെണ്ണുങ്ങള്, ഓലിഞ്ഞ് ബിക്കിനി ഇട്ടിടന്നാലും കുഴപ്പമില്ല, എടുത്തത് കഴിച്ചിട്ടിടന്നാലും കുഴപ്പമില്ല, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ്. ഓല ആ രീതിയിൽ തന്നെ കാണണം, അങ്ങനെ തന്നെ കാണണം. ഓൽക്ക് ഇനി വിവരമില്ലെങ്കിലും കുഴപ്പമില്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വിശുദ്ധി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇവര് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണോ നിങ്ങള് ആറ്റക്കോയക്ക് വിവരമില്ല, ഒരു ഫാത്തിയ പോലും ഓതാൻ കഴിയൂല എന്നൊക്കെ നിങ്ങൾ എങ്ങനെ പറയാ? സമുദായത്തെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ? തങ്ങളൊരു കോലം കെട്ടി വന്നു കഴിഞ്ഞാല് ആ തങ്ങളെ കാല കഴുകിയിട്ട് ആ വെള്ളം മോന്തി കുടിക്കണം എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? സഹോദരങ്ങളെ, ഈ ഇസ്ലാമിൽ നിന്നല്ല എല്ലാ മതത്തിലും പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആത്മീയ തട്ടിപ്പുകാർ കൂട്ടുപിടിക്കല് ആ മതത്തിലെ പുരോഹിതന്മാരെയാണ്. ഈ തട്ടിപ്പുകാർക്ക് വിദ്യാഭ്യാസം വിവരം ഉണ്ടായിക്കൊള്ളുന്നത് ചിലപ്പോ, പക്ഷെ ആ മതപുരോഹിതന്മാരെ, ആ മതത്തിൽപ്പെട്ട പുരോഹിതന്മാരെ ഇവർ അനുഭവ സാക്ഷ്യങ്ങൾക്കും വേദിയിലൊക്കെ കൊണ്ടുവരും. അപ്പം എന്ത് ചെയ്യും? അതിന്റെ അനുയായികള് അതിൽ ആകർഷരാവും. ഈ അത്ഭുത സാക്ഷ്യങ്ങളായിട്ട് നടക്കുന്ന ഈ ക്രിസ്തീയ ധ്യാന കേന്ദ്രങ്ങളും ഇത്തരം സംഭവങ്ങളുണ്ടല്ലോ, ഇതിലുണ്ട് ഈ പരിപാടി. പുരോഹിതന്മാർ വന്ന് സാക്ഷ്യം പറയാ, കേട്ടോളി. നീലൂരാണ് അച്ഛൻ്റെ വീട്. അച്ഛന് മൈസൂരിലാണ്. അച്ഛന് കർത്താവ് നൽകിയൊരു അത്ഭുത രോഗശാന്തിയുടെ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഫോണിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സൗഖ്യവും മറ്റൊന്ന് നേരിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സൗഖ്യം. 2 വലിയ സൗഖ്യങ്ങൾ അച്ഛന് കർത്താവ് നൽകി. സാക്ഷി നമുക്ക് കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ, ഞാൻ സീമയ സഭയിൽപ്പെട്ട വൈദികനാണ്. എനിക്ക് ഈ അടുത്ത ഒരു 3 മാസത്തോളമായിട്ട് എന്ത് ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലും ഉടനെ യൂറിൻ പോകണം എന്നുള്ളൊരു വലിയൊരു അസ്വസ്ഥതയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ യാത്ര പോകാനും അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനിരിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ മൂത്രമൊഴിക്കുവാനായിട്ടുള്ള ഒരു അങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് എൻ്റെ വയറ്റിലൊന്നുമില്ല, വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ അത് മൂത്രമായിട്ട് പോകുന്നു, അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ. അപ്പോൾ ഇതുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ മൈസൂർ പഠനത്തിൻ്റെ ഭാഗമായിട്ട് മൈസൂരിലായിരിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ മൈസൂരിലുള്ള സാബു ചേട്ടനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ അച്ഛന്മാർ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൂത്രമൊഴിക്കാനായിട്ട് പോകുന്ന ആ അവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം സാബു ആറുതൊട്ടി ബ്രദറിനെ വിളിക്കാമെന്നും അങ്ങനെ ഫോണിലൂടെ സാബു ബ്രദറിനെ വിളിക്കുകയും അങ്ങനെ ഫോണിലൂടെ സാബു ബ്രദർ വണ്ടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അന്ന് തൊട്ട് ആ നിമിഷം തൊട്ട് ഈശോ സാബു ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് സൗഖ്യം തന്നു. കേട്ടില്ലേ? എന്താണ് ഇപ്പൊ അച്ഛൻ്റെ അനുഭവ സാക്ഷ്യം? മൂപ്പർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലെന്താ പ്രധാനപ്പെട്ട പ്രശ്നം? എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ യൂറിൻ പോവാണെങ്ങനെ തോന്നും.
ഞങ്ങളൊക്കെ പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലല്ലേ പോലെ. അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ യൂറിൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോകണം തോന്നുമ്പോൾ അത് ഈ ബ്രദറുടെ അനുഭവ സാക്ഷ്യത്തിൽ ഇതിൽ വന്നിട്ട് ഈ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ മാറി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഞാനിതിട്ടത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ഹിന്ദു സമൂഹത്തെയും ആക്ഷേപിക്കാനല്ല. നമ്മളെ കൂട്ടത്തിനുണ്ട് പറഞ്ഞിട്ട് തീരാത്ത കേസുകൾ ഇഷ്ടം പോലെ പറയണ്ട്, നമ്മളെ കൂടെ കഴിയുന്ന രീതിയിൽ പറയാണ്. പക്ഷേ എല്ലാ സമുദായത്തിലുള്ള വിഷയമാണത്. എന്ത് ഇത്തരം അനുഭവ സാക്ഷ്യങ്ങളുടെ അത്ഭുത രോഗശാന്തികൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അവരുടെ പുരോഹിതന്മാരെ കൂടി വലിച്ചുകൊണ്ടിരും. അപ്പൊ അവരെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അതിൽ ആകൃഷ്ടരാകും. ഇതാണ് ആറ്റക്കോയുടെ സദസ്സിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ വൈസിമാരും തലീകെട്ടരും മൂല്യന്മാരൊക്കെ ഉണ്ടല്ലോ, ഓലും പറയണ്ടല്ലോ അനുഭവങ്ങള്. ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന സ്ഥിരം കലാപരിപാടികളാണിത്. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞാൽ തീരൂല, ഇത് പറയാൻ ഒരുപാടുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും തരികയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇതിങ്ങനെ പറയുമ്പോൾ രാത്രി 12 മണിക്കും 1 മണിക്കും 1:30 മണിക്കും എന്നെ വിളിച്ചിട്ട് കുറെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് സമസ്തയുടെ അനുയായികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനമായി, എന്നെ വിളിച്ച് തെറി പറഞ്ഞിട്ട് ഞാനത് നിർത്തൂല, എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഞാനത് നിർത്തൂല. അങ്ങനെ നിർത്തി പോകാനല്ലത് തുടങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓരോരുത്തരെ തെറികള്, പൊതുസമൂഹത്തോട് പറയാൻ പറ്റാത്ത തെറികള്, അതിന്റെ പുറമെ ഭീഷണികള്. അന്റെ തല വെട്ടും, തലയെടുക്കും, മരിയൊക്കെ നടന്നോന്ന്. എടോ, തല വെട്ടണെങ്കിൽ വെട്ടടോ ചക്കെ. പക്ഷേ പെരടയ്ക്ക് മുകളിൽ ഈ തല ഇരിക്കുന്നിടത്തോളം കാലം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങളുടെ ഈ ഭീഷണി ഉണ്ടല്ലോ, നിങ്ങളെ ഈ ഓലപ്പാമ്പ് കണ്ടിട്ട് നിർത്താനല്ല ഇത് തുടങ്ങിയത്, മനസ്സിലാക്കി വെച്ചോ. തലെടുക്കുന്നോ എടോ, നിങ്ങളൊക്കെ മാറി 60-70 കൊല്ലം ഈ പേട്ട് തലയും പെരടിയിൽ വെച്ച് ജീവിക്കണം എന്തിനാടോ? അതുകൊണ്ട് വിളിച്ച് തെറി പറയുന്ന ആളുകളോടും ഭീഷണിപ്പെടുത്തുന്ന ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വിഷയം തെറി പറഞ്ഞോണ്ടോ ഭീഷണിപ്പെടുത്തോണ്ടോ ഞാനിത് നിർത്താൻ പോണില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് 3 രീതിയിൽ പ്രതികരിക്കാം. ഒന്നുകിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ആദർശപരമായി മറുപടി പറയാം, അല്ലെങ്കിൽ നിയമപരമായി നേരിടാം, അതുമല്ലെങ്കിൽ കയ്യൂക്കിന്റെ രീതിയിൽ മുന്നോട്ട് പോകാം. ഈ 3 രീതിയിൽ പ്രതികരിച്ചാലും അതിനെ നേരിടാൻ ഇൻഷാ അല്ലാഹ് ഞാൻ തയ്യാറാണ്. എന്നാലും ഈ പറച്ചിൽ അവസാനിപ്പിക്കൂല. ഇത് അള്ളാഹു ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും തരുന്ന കാലത്തോളം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഈ സമുദായത്തിന് ഇത്തരം കൊടിയ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഈ വിശ്വാസ വ്യതിചലനത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത് ഓരോ സലഫിയുടെയും ബാധ്യതയാണ്. ആ ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട്. പല ഉസ്താദുമാരും ഖതീബുമാരും മഹല്ല് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അങ്ങനെ തുടങ്ങി ഈ സമസ്തയുടെ മുൻനിരയിൽ നിൽക്കുന്ന പല ആളുകൾക്കും മാറ്റം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.